ഓക്കെ, അപ്പോൾ ഡാറ്റ സ്ട്രക്ചറിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു എക്സാമിനെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഓൾമോസ്റ്റ് പോർഷൻസ് ഒക്കെ നിങ്ങൾ എന്താണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ആ ഏരിയ എന്ന് വരുന്നത് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോഴാണ് ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ എന്ന് വന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നും കൂടെ നോക്കിയിട്ട് വേണം പിന്നീട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാൻ. ഓക്കെ, അപ്പൊ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ടോപ്പിക്കൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അതിന്റെ മുന്നേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം എന്തൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്ന്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇത് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് വരണം. അതായത് ടോപ്പിക് എല്ലാം നിങ്ങളൊന്ന് ഓർത്തെടുത്തിട്ട് വരണം. അപ്പോഴേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൽ വരുന്നത് അറേ ആയിട്ടുള്ള ഭാഗമാണ്. അറേന്ന് നമുക്കറിയാം 2023 വരെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറേന്റെ സൈസ് വെച്ചിട്ട് 3 ഡയമെൻഷനിൽ അറേന്ന് ഒരു സൈസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഓക്കെ, ദെൻ പിന്നെ സ്റ്റാക്കും ക്യൂവും അതിന്റെ അപ്ലിക്കേഷനുമാണ്. ഇപ്രാവശ്യം സാധാരണ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ നെറ്റിൽ സ്റ്റാക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കുറവായിരുന്നു. പക്ഷെ ക്യൂ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ സ്റ്റാക്കിന്റെ അപ്ലിക്കേഷൻ വരുന്നത് കൺവേർഷൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് എക്സ്പ്രഷൻസ്. ഇതും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോ ദെൻ സ്റ്റാക്കിന്റെ അപ്ലിക്കേഷനിൽ വരാറുണ്ടായിരുന്നു, പൊതുവെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ പിന്നെ വരുന്നത് ട്രീ എന്നുള്ള ഒരു ഏരിയ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ട്രീ എന്നുള്ളത്. 2023 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ബൈനറി ട്രീസ്, ത്രെഡഡ് ബൈനറി ട്രീസും സാധാരണ ബൈനറി ട്രീ, പിന്നെ ബൈനറി സെർച്ച് ട്രീ BST എന്ന് പറയുന്ന അതും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ദെൻ പിന്നെ വരുന്നതാണ് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ. അതിലാണ് നമ്മൾ AVL ട്രീസ്, അതുപോലെ തന്നെ റെഡ് ബ്ലാക്ക് ട്രീ, ദെൻ സ്പ്ലേ ട്രീ ഒക്കെ വരുന്നത് ആ ഒരു ഏരിയ എന്നാണ്. ദെൻ പിന്നെ ഹീപ്പ്, ആ ഹീപ്പിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അത് ഹീപ്പിന്റെ മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ട്രീയും എങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് നമുക്ക് ഇത്രയും നോഡ് തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ട്രീ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, പിന്നെ അതിൽ ഓരോ എലമെന്റ്സിനെ എങ്ങനെയാണ് നമ്മൾ ഹീപ്പിൽ പ്രത്യേകിച്ചും എങ്ങനെയാണ് മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യുന്ന ഓർഡർ ഉണ്ട് അതെങ്ങനെയാന്നുള്ളത്, പിന്നെ ഓരോ ട്രീയിലും ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, അതിൽ ഓരോ ട്രീക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വേസ് ഉണ്ട്. സോ അതിന്റെ ഓരോ ട്രീയിലും എങ്ങനെയാണ് നമ്മൾ ഇൻസേർഷൻ എങ്ങനെയാ ചെയ്യുക, ഡിലീഷൻ എങ്ങനെയാ ചെയ്യുക, അതിൽ ഓരോന്നിലും ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് ബി ട്രീയും അതുപോലെ തന്നെ B+ ട്രീയും. ഓക്കെ, ഇതിന്റെയും കൺസ്ട്രക്ഷനും ഓപ്പറേഷൻസും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ കോംപ്ലക്സിറ്റീസും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നതാണ് ഗ്രാഫ് എന്നുള്ളത്. ഫോറസ്റ്റിന് അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ വരുന്നതാണ് ഗ്രാഫ്. ഗ്രാഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം ഗ്രാഫ് എന്നുള്ളത് നമുക്ക് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ വരുന്ന ഏരിയ ആണ്. അപ്പൊ അങ്ങനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ്. പിന്നെ ഗ്രാഫിന്റെ അൽഗോരിതം പാർട്ടിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ഏരിയാസ്. പിന്നെ 2023 നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഓൾറെഡി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇത്രയും ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല അതിൽ AVL ട്രീയും അതും റെഡ് ബ്ലാക്ക് ട്രീ ചോദിച്ചത് സാധാരണ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ കുറച്ചുകൂടെ ഇൻഡെപ്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള റീഡിങ് ആവശ്യമാണെന്നുള്ളതാണ്. പക്ഷെ ബാക്കി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ലിങ്കർ ലിസ്റ്റ് ആണെങ്കിലും ക്യൂ ആണെങ്കിലും ഹീപ്പ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒക്കെ സിമ്പിൾ ആയിരുന്നു, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമുക്കൊരു സബ്ജക്റ്റിന്റെ നെറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡബിൾ എൻഡഡ് ക്യൂബ് ദാറ്റ് ഇസ് DQ സപ്പോർട്ട് ആഡിങ് ആൻഡ് റിമൂവിങ് ഐറ്റം ഫ്രം ബോത്ത് ദ എൻഡ് ഓഫ് ദ ക്യൂബ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ക്യൂ തന്നിട്ടുണ്ട്, അതെന്താണ് DQ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ സമയമാണ് നോക്കേണ്ടത്. അപ്പൊ DQ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം DQ എന്താണ്. പിന്നെ വായിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരണം ഡബ്ലി എൻഡഡ് ക്യൂ ആകുമ്പോൾ എന്താണ്, നമുക്ക് ഒരേ സൈഡിൽ തന്നെ രണ്ട് ഓപ്പറേഷനും പെർഫോം ചെയ്യാൻ പറ്റും. ദ ഓപ്പറേഷൻ സപ്പോർട്ടഡ് ബൈ DQ ആർ ആഡ് ഫ്രണ്ട് ആഡിങ് ഐറ്റം ടു ദ ഫ്രണ്ട് ഓഫ് ദ ക്യൂ. അപ്പോൾ എന്താണ്, ഫ്രണ്ടും ഉണ്ടാവും അതുപോലെ തന്നെ റയറും ഉണ്ടാവും. ഈ സാധാരണ ക്യൂ ആണെങ്കിൽ നമുക്ക് എന്താണ് റയറിലേക്ക് ഇൻസേർഷനും ഫ്രണ്ടിൽ നിന്ന് ഡിലീഷനും ആണ് പോസിബിൾ ആണ്. പക്ഷെ രണ്ട് സൈഡിലും ഓപ്പറേഷൻസ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
What is the time complexity of performing add friend and add rear? Assuming m is the size of the stack and n is the number of elements. Okay, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻസിന്റെ ഈ രണ്ട് ഓപ്പറേഷൻസിന്റെയും കോംപ്ലക്സിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആഡ് ഫ്രണ്ടും അതുപോലെ തന്നെ ആഡ് റെയറും. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. യു ആർ ഓൺലി given the stack to implement this data structure. പക്ഷെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഒരു DQ ആണെങ്കിലും നമുക്ക് തന്നിരിക്കുന്നത് ഒരു സ്റ്റാക്ക് ആണ്. ഈ സ്റ്റാക്ക് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു DQനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആഡ് ഫ്രണ്ട് എന്നുള്ള ഓപ്പറേഷനും അതുപോലെ തന്നെ ആഡ് റെയർ എന്നുള്ള ഓപ്പറേഷനും പെർഫോം ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാക്കിലേക്ക് ആദ്യ ഒരു എലമെന്റിനെ ആഡ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ റെയർ ആക്കിയിട്ട് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് എലമെന്റ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് n എലമെന്റ്സ് ആണ് സ്റ്റാക്കിൽ ഉള്ളത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് വന്ന ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ഫ്രണ്ട് ആക്കിയിട്ടും കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഓപ്പറേഷൻ നോക്കാം. ഫസ്റ്റ് ആഡ് ഫ്രണ്ട്. അപ്പൊ ജസ്റ്റ് ഈ ഫ്രണ്ടിലേക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാന്നാണ്. സോ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ഓഫ് 1 ആയിരിക്കും. ബട്ട് നമുക്ക് റെയറിലേക്ക് നമുക്ക് എന്താണ് ആഡ് ചെയ്യണം. അപ്പൊ റെയർ എന്ന് കിടക്കുന്നത് എവിടെയാണ്, സ്റ്റാക്കിന്റെ ഏറ്റവും താഴെയാണ്. സോ ഇവിടെ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള n എലമെന്റ്സിനെയും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പുഷ് ഔട്ട് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഇവിടേക്ക് പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉള്ളത് 10 ആണ്. ഇത് നമുക്ക് 15 ആണ് അങ്ങോട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അപ് ടു 10 വരെയുള്ള എലമെന്റിനെ ഇതിൽ നിന്ന് പുഷ് ഔട്ട് ചെയ്തിട്ട് പിന്നെ 15 ആഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി നമുക്ക് എല്ലാതും തിരിച്ച് പിന്നെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് റെയറിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഓർഡർ ഓഫ് എന്നും ഫ്രണ്ടിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്തായിരിക്കും, ഓർഡർ ഓഫ് 1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതാണ്. ആഡ് ഫ്രണ്ടും ആഡ് റെയറും, റിമൂവ് ഫ്രണ്ടും റിമൂവ് റെയറും, പിന്നെ സ്റ്റാക്കിൽ നമുക്ക് പറ്റുന്ന രണ്ട് ഓപ്പറേഷന് പുഷും അതുപോലെ തന്നെ പോപ്പും. ദെൻ ഇനി ആഡ് ഫ്രണ്ട് സെയിം ആസ് പുഷ് ഓപ്പറേഷൻ. ഓക്കെ, ഫ്രണ്ട് നമ്മൾ മുകളിൽ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ ഇതുകൊണ്ട് ടൈം കൊണ്ട് നമുക്ക് പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ദെൻ അവിടെ കോംപ്ലക്സിറ്റി അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് 1 ആയിരിക്കും. റെയർ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള എലമെന്റിനെ പുഷ് ഔട്ട് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കൺവേർഷൻ ആണ്. പോസ്റ്റ് ഫിക്സ് ഫ്രം ദ ഇതിന് തന്നിരിക്കുന്നത് ഇൻഫിക്സ് ആണ്. ഈ ഇൻഫിക്സ് പോസ്റ്റ് ഫിക്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് ബൈ യൂസിങ് സ്റ്റാക്ക്, നമ്മൾ സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷനിൽ പഠിക്കുന്നതാണ്. അതല്ലാതെ നമുക്കിത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ജസ്റ്റ് ഞാൻ അല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ടൈം എപ്പോഴാണോ, ഓരോരുത്തർക്കും എന്തായിരിക്കും, ചില ഏരിയയിലായിരിക്കും ടൈം കൂടുതൽ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് സ്റ്റാക്ക് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെയാണ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് പോസ്റ്റ് ഫിക്സ് ആണ് വേണ്ടത്. അപ്പൊ പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ന് പറഞ്ഞാൽ മിഡിലായിരിക്കും. അപ്പൊ ഇത് തന്നിരിക്കുന്നത് മിഡിൽ വരുന്നതാണ്. ഓപ്പറേറ്റേഴ്സ് സാധാരണ നമ്മുടെ മാത്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻഫിക്സ് ആണ്. രണ്ട് എലമെന്റിനെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, 5 + 10, 5ഉം 10ഉം ആണ് നമ്മുടെ എലമെന്റ്. അതിന്റെ ഓപ്പറേറ്റർ വന്നത് എവിടെയായിരിക്കും, പ്ലസ് അതിന്റെ നടുവിൽ ഇന്നായിട്ടാണ് വരിക. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പൊ ഈ രണ്ട് ഓപ്പറേറ്ററും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഈ ചെയ്യാൻ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രസീഡൻസ് ആണ്. ഓരോ ഓപ്പറേറ്റേഴ്സിന്റെ പ്രസീഡൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ ഏറ്റവും പ്രസീഡൻസ് നമ്മൾ കൊടുക്കേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതാണ് കൊടുക്കേണ്ടത്. ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഓപ്പറേഷന് ആദ്യം പെർഫോം ചെയ്യണം. സോ ഇവിടെ a+b ബ്രാക്കറ്റിലുണ്ട്, പിന്നെ c × d - e എന്നുള്ളതുണ്ട്. സോ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് സ്കാനിങ് ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം ഫസ്റ്റത്തെ ബ്രാക്കറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ a+b എന്നുള്ളതിന്റെ പോസ്റ്റ് ഫിക്സ് വന്നാൽ എന്റെയും ബിന്റെയും നടുവിലുള്ള ഓപ്പറേറ്റർ എന്ത് ചെയ്യണം, എയും ബിയും കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യണം. സോ ab+ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഇത് മൊത്തം ഒരൊറ്റ ഓപ്പറന്റ് ആയിട്ട് മാറി. ഇനി നമ്മൾ സാധാരണ ഒരു എ എന്ന് പറയുന്ന പോലെയാണ് ഇനി എന്തുള്ളത്, ab+ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം ഒരൊറ്റ എലമെന്റ് ആണ്.
ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യരുത്, കാരണം ഇനി നെക്സ്റ്റ് ബ്രാക്കറ്റിനെയാണ് നമ്മൾ നോക്കുന്നത്. സോ നെക്സ്റ്റ് ബ്രാക്കറ്റിലേക്ക് വന്നപ്പോൾ ഇതിന്റെ അകത്ത് തന്നെ 2 ഓപ്പറേറ്റർ വന്നു. സോ ഇതില് രണ്ടിലും ഒന്ന് സ്റ്റാറും ഒന്ന് മൈനസും ആണ്. ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്, പ്രൊസീഡൻസ് ഏതിനാ വരുന്നത് നോക്കുക. അപ്പൊ സ്റ്റാറിനാണ് ഏറ്റവും കൂടുതൽ പ്രൊസീഡൻസ് ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക ആദ്യം, CD സ്റ്റാർ. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഇത് മൊത്തം ഒരു എലമെന്റ് ആയിട്ട് മാറി. ഇനി നമുക്കുള്ളത് CD സ്റ്റാർ മൈനസ് E എന്നാ. ഇത് മൊത്തം ഒരു എലമെന്റ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന് എക്സ് എന്ന് കൊടുക്കാം, എക്സ് മൈനസ് ഇ എന്നായി. സോ എക്സ് മൈനസ് ഇ എന്നുള്ളത് നമ്മൾ പോസ്റ്റിലേക്ക് മാറ്റുമ്പോൾ XE മൈനസ് എന്നാണ് അല്ലെ. അപ്പോൾ ഇത് മൊത്തമാണ് എക്സ് വരുന്നത്. ദെൻ അതിനുശേഷം ഇ വരും, പിന്നെ ഓപ്പറേറ്റർ വരണം മൈനസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇത്രയും വരെ ഒരു എലമെന്റ്, അതിന്റെ ഇടയിൽ ഒരു സ്റ്റാർ അല്ലെ. ഇപ്പൊ നമുക്ക് ഇത് എക്സ് എന്ന് കൊടുക്കാം, AB പ്ലസ് എന്നുള്ളത് എക്സ്, ഇത് Y എന്ന് കൊടുക്കാം, അതിന്റെ നടുവിൽ ഒരു സ്റ്റാർ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ലെഫ്റ്റ് ടു റൈറ്റ് ആണല്ലോ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. നമുക്ക് ഇനി ഇത്രയും ഭാഗം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് ബ്രാക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്തു പോകാം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് ചെയ്യേണ്ടത്. സോ ഇത് മൊത്തം ഒരു എലമെന്റ് കിട്ടി. ദെൻ അതിനുശേഷം ഇതൊരു മൊത്തം ഒരു എലമെന്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇത് രണ്ടും ഒപ്പം വെച്ചിട്ട് അതിന്റെ ലാസ്റ്റിലേക്ക് സ്റ്റാറിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ മിഡിലിൽ വന്ന സ്റ്റാറിന് എന്ത് ചെയ്യണം, നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ സ്റ്റാർ ഇനി വേണ്ട, ഇവിടെ സ്റ്റാർ ഇല്ല. AB പ്ലസ് CD സ്റ്റാർ E മൈനസ് സ്റ്റാർ, ഈ സ്റ്റാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇനി വരുന്നത് എന്താണ്, ഇനി സ്റ്റാർ F/G എന്നും കൂടെ ഉണ്ട് അല്ലെ. സോ ഇനി ഇപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം എന്തായി, ഇനി ഒരു ഓപ്പറേറ്ററായി മാറി. ഇത് മൊത്തം എന്താണ്, ഈ സ്റ്റാർ വരെ ഒറ്റ എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇത് നമ്മൾ Z എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോ മൊത്തം ഒരു ഒറ്റ വാല്യൂ ആണ്, അത് സ്റ്റാർ F എന്നാണ്. സോ നമ്മൾ ഇനി അത് പെർഫോം ചെയ്യാം. അപ്പോൾ F ഇങ്ങോട്ട് വരും, സ്റ്റാർ ഇങ്ങോട്ട് മാറും അല്ലെ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാർ വരെ, ഇപ്പൊ ഞാൻ പുതിയതായിട്ട് കൊടുത്ത സ്റ്റാർ വരെ ഒറ്റ ഓപ്പറേറ്റർ ആയിട്ട് മാറി, ഡിവൈഡഡ് ബൈ G എന്നായി. ഓക്കെ, ഇനി വന്നത് ഇത് മൊത്തം ഒന്നും പിന്നെ ജിയും മാത്രം. സോ ജീനെ അങ്ങോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഡിവിഷന് അങ്ങോട്ട് മാറ്റുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, AB പ്ലസ് CD സ്റ്റാർ E മൈനസ് സ്റ്റാർ F സ്റ്റാർ G ഡിവിഷൻ അല്ലെ. അപ്പോ നമുക്ക് ഓപ്ഷൻ A ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഇൻഫിക്സും പ്രിഫിക്സും പോസ്റ്റ് ഫിക്സും എന്താന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ അത് ചെയ്തിരിക്കുന്ന ആ ഒരു മെത്തേഡ് ഞാൻ അവിടെ വരച്ചിട്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ മേ ബി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ അത് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ചെയ്തു, പിന്നെ പ്ലസ് ആയി. പിന്നെ ഞാൻ ഈ താഴെ വരട്ടിയിരിക്കുന്നത് എന്താ വെച്ചാല് അതിനുശേഷം നമ്മൾ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ഒരൊറ്റ എലമെന്റ് ആയിട്ടാണ് പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ ഇത് മൊത്തം ഒരു ഓപ്പറേറ്റർ ആയിട്ട് മാറും, ഓപ്പറന്റ് ആയിട്ട് മാറി. ദെൻ അതിന്റെ ഇടയിൽ വരുന്നത് ഒരു ഓപ്പറേറ്റർ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്നിച്ച് എഴുതിയിട്ട് ഈ ഒരു സ്റ്റാർ, ഈ നടുവിൽ വന്ന സ്റ്റാർ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോ ഞാൻ ആ പറഞ്ഞു തന്ന രീതി ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. ദെൻ ഇനി ബൈ യൂസിങ് സ്റ്റാക്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് സ്റ്റാക്ക് വെച്ചിട്ട് ഒന്ന് പെർഫോം ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ സ്റ്റാക്ക് വെച്ചിട്ട് എങ്ങനെയാ ഇത് ചെയ്യാന്ന് വെച്ചാല് ഇതാണല്ലോ നമ്മളെ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ടു റൈറ്റ് തന്നെ സ്കാൻ ചെയ്യുക. ദെൻ ഒരു ഓപ്പറന്റ് ആണ് വരുന്നെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് സ്ട്രിങ് ഉണ്ടാവും, അതാണ് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ആ ഒരു ഔട്ട്പുട്ട് സ്ട്രിങ്ങിലേക്ക് ഓപ്പറന്റിനെ നമ്മൾ ആഡ് ചെയ്യാം. ദെൻ ഓപ്പറേറ്റർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. സ്റ്റാക്ക് എംറ്റി ആണെങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ട, നേരെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പിന്നെ വന്നത് അപ്പൊ ആദ്യം ഓപ്പൺ ബ്രാക്കറ്റ് വന്നല്ലേ. സോ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് നമ്മൾ ആദ്യം പുഷ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ബി വന്നു, അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് കാണുന്നത് വരെ സ്റ്റാക്കിനെ പോപ്പ് ചെയ്യണം. അപ്പൊ പ്ലസ് ഇങ്ങോട്ട് വരും. ദെൻ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പോപ്പ് ചെയ്തിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യണം. നമുക്ക് ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ സ്റ്റാക്ക് പിന്നെ എംറ്റി ആയി, പിന്നെ സ്റ്റാർ വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ദെൻ ഇനി അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ സ്റ്റാക്കിലേക്ക് ഒരു ഓപ്പറേറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സ്റ്റാക്കിന്റെ മുകളിലുള്ളത്, സ്റ്റാക്കിന്റെ ടോപ്പിൽ ഏതാണോ ഉള്ളത് നോക്കണം. ദെൻ ആ ഒരു ഓപ്പറേറ്ററും നമ്മൾ
സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള ഓപ്പറേറ്ററും നമുക്കിപ്പോ ആഡ് ചെയ്യേണ്ട ഓപ്പറേറ്ററും തമ്മിലുള്ള പ്രസീഡൻസ് നമ്മൾ കമ്പയർ ചെയ്യണം. ഹയർ പ്രസീഡൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും നോക്കണ്ട, നേരെ പുഷ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യേണ്ട അതിന്റെ ലോവർ പ്രസീഡൻസ് ആണെങ്കിൽ, അപ്പൊ സ്റ്റാക്കിൽ ഉള്ളതിനാണ് ഹൈ പ്രസീഡൻസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാക്കിനെ പോപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഇനി രണ്ടും സെയിം പ്രസീഡൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ അസോസിയേറ്റിവിറ്റിയും കൂടി നോക്കണം. ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി ആണ് ഉള്ളതെങ്കിൽ, അപ്പൊ നമ്മൾ സാധാരണ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതല്ലാത്തതുള്ളത് എക്സ്പോണന്റ് എന്നുള്ള ഓപ്പറേറ്റർക്ക് മാത്രമുള്ളൂ ലെഫ്റ്റ് ടു റൈറ്റ് അല്ല, അത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതാണെങ്കിൽ മാത്രമേ മാറ്റുള്ളൂ. അല്ലെങ്കിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് കറന്റ് ഓപ്പറേറ്റർ ആൻഡ് അപ്പൻ ടു ദ, അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പുഷ് വരുന്നതിന് നമ്മൾ സ്റ്റാക്കിന്റെ ഓൾറെഡി ടോപ്പിലുള്ളതിനെ പോപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം മാത്രം വരുന്ന ഓപ്പറന്റിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്റ്റാക്ക് വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ ആ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ട്രാവേഴ്സൽ ഓഫ് എ ട്രീ. പ്രീ ഓർഡറും ഇൻ ഓർഡറും നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡാറ്റാ സ്ട്രക്ചറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള അറേയും ക്യൂവും അതുപോലെ തന്നെ സ്റ്റാക്കും കഴിഞ്ഞു. ഇനി നമ്മൾ ട്രീയിലേക്ക് വന്നു. സോ ട്രീയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പഠിക്കുന്നത് ബൈനറി ട്രീ എന്താന്നുള്ളതാണ്. അപ്പോൾ ബൈനറി ട്രീ നമുക്ക് പറഞ്ഞാൽ അറിയാം, ഒരു റൂട്ട് ഉണ്ടാവും, ആ റൂട്ടിന് 2 ചൈൽഡ് ഉണ്ടാവും. അത് നമ്മൾ ബൈനറി ട്രീ എന്ന് പറയും. ഇനി ഈ ബൈനറി ട്രീസ് എന്തുണ്ട്, ഡിഫറെന്റ് ബൈനറി ട്രീസ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ MCQന്റെ ഇതിന് തൊട്ട് മുന്നത്തെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇനിയും പറയുന്നില്ല, പക്ഷെ ജസ്റ്റ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. ഒരു സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഫുൾ ബൈനറി ട്രീ ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലുള്ള ഓരോ നോഡിനും ഒന്നെങ്കിൽ 0 ചിൽഡ്രൻസ് ആവും, അല്ലെങ്കിൽ 2 ചിൽഡ്രൻ ആവും. ഒരു ചിൽഡ്രൻ ആയിട്ടുള്ള ഒരു നോഡും എന്തെങ്കിലും ഉണ്ടാവില്ല, ഒരു സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഫുൾ ബൈനറി ട്രീയിൽ ഉണ്ടാവില്ല. പിന്നെ കംപ്ലീറ്റ് ബൈനറി ട്രീ. കംപ്ലീറ്റ് ബൈനറി ട്രീ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഹീപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. കംപ്ലീറ്റ് ബൈനറി ട്രീ ആണെങ്കിൽ ലാസ്റ്റിന്റെ തൊട്ട് മുന്നേ ഉള്ള ലെവൽ വരെ എല്ലാതും എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. പക്ഷെ മേ ബി ലാസ്റ്റ് ലെവൽ എന്തായിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ അതെന്തായിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് കംപ്ലീറ്റ് ആയിരിക്കും. ഇപ്പൊ ലാസ്റ്റ്, ഇപ്പൊ ഈ ഒരു ട്രീയിൽ നോക്കാം, ഈ ചിത്രത്തിൽ നോക്കാം, ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കാം. ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് വരെയുള്ളത് 7 വരെയുള്ളത് കംപ്ലീറ്റ് ആണെന്ന് വിചാരിക്കുക. പിന്നെ ഈ ഗ്രീൻ കളർ ഉള്ളത് അതിലില്ല. അപ്പൊ നമ്മൾ ഇനി പുതിയത് അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോ 8ഉം 9ഉം 10ഉം ആണ് ആഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും എലമെന്റ്സ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആദ്യം 4ന് 2 ചിൽഡ്രനെ കൊടുക്കണം, പിന്നെ 5ന് 2 ചിൽഡ്രനെ കൊടുക്കണം. അതിനുശേഷം മാത്രമേ എനിക്ക് 6ലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 4ന് 1നെയും 5ന് 1നെയും കൊടുക്കാൻ പറ്റില്ല. 4ൻ്റെത് കംപ്ലീറ്റ് ചെയ്തിട്ട് 5ലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരണം. അതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയാം. ദെൻ പെർഫെക്റ്റ് ബൈനറി ട്രീ ആണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. അതെന്തായിരിക്കും, അതിന്റെ എല്ലാ ലെവലിലും അപ് ടു ലീഫ് നോഡ് വരെ എല്ലാതും എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതിനെ നമ്മൾ പെർഫെക്റ്റ് ബൈനറി ട്രീ എന്ന് പറയാം. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിൽ വരുന്ന മിനിമം നോഡിന്റെയും മാക്സിമം നോഡിന്റെയും എണ്ണാണ്. ബൈനറി ട്രീന്റെ മാത്രമാണെങ്കിൽ H+1 ആണ് കേട്ടോ മിനിമം. H+1 മിനിമം നോഡ് വരാം. ദെൻ ഫുൾ ബൈനറി ട്രീ ആണെങ്കിൽ 2H+1 ആണ് മിനിമം. മാക്സിമം എല്ലാത്തിന്റെ ഒന്ന് തന്നെയാണ് 2h+1 - 1 എന്നുള്ളത്. ദെൻ കംപ്ലീറ്റ് ബൈനറി ട്രീ ആണെങ്കിൽ 2h. പെർഫെക്റ്റ് ബൈനറി ട്രീ ആണെങ്കിൽ 2h+1 - 1. ഓക്കെ, അപ്പൊ അതിന്റെ മിനിമം മാക്സിമം ഒരുപോലെ ആയിരിക്കും. ഇത് ബൈനറി ട്രീന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി അതിലെ ഓരോ ട്രാവേഴ്സൽ ഉണ്ട്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഈ ട്രീയിലുള്ള ഓരോ നോഡിനെയും നമ്മൾ വിസിറ്റ് ചെയ്യാം. അതെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യാന്ന് പറയുന്നത്. സോ നമുക്ക് പല ഓർഡറിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രീന്റെ നോഡ്സിനെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അത് മെയിൻലി 3 ആയിട്ടുള്ളതാണ്, ഇൻ ഓർഡറും പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡറും. അത് നമുക്ക് ആ ഒരു ഇൻ, പ്രീ, പോസ്റ്റ് എന്നുള്ള കീവേഡിന് കിട്ടും. ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ടാണ് നടുവിൽ വരുന്നത്. അപ്പൊ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു ലെഫ്റ്റ് തന്നെയാണ്. സോ ലെഫ്റ്റിന്ന് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ വന്നിട്ട് നമ്മൾ ഏതാണ് ആദ്യം എടുക്കേണ്ടത്, റൂട്ടിനെയാണോ ആദ്യം കൊടുക്കേണ്ടത്. എപ്പോഴും ലെഫ്റ്റ് കഴിഞ്ഞിട്ടേ റൈറ്റ് വരുള്ളൂ. പക്ഷെ റൂട്ട് എപ്പോഴാ വരിക എന്നാണ്, അത് മാത്രമേ മാറുള്ളൂ. അപ്പോ ഇൻ ഓർഡർ ആണെങ്കിൽ ലെഫ്റ്റ്, റൂട്ട്, പിന്നെ റൈറ്റിലേക്ക് പോകും. ഇനി പ്രീ ഓർഡർ ആണെങ്കിൽ റൂട്ട് ആദ്യം വരും,
ആദ്യം റൂട്ട് വരും, ദെൻ അതിനുശേഷം ലെഫ്റ്റ് റൈറ്റ്. ഇനി പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ ആദ്യം പോസ്റ്റ് ഓർഡർ ആണ്, ആദ്യം ലെഫ്റ്റ് റൈറ്റ് പിന്നെ റൂട്ട് വരും, റൂട്ട് പിന്നീട് വരും. ഓക്കെ, പ്രീയിലാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും എപ്പോഴും മാറില്ല, ലെഫ്റ്റ് വന്നിട്ട് എപ്പോഴും റൈറ്റ് വരുള്ളൂ. റൂട്ടിന്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇൻ പ്രീയും പോസ്റ്റും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് പ്രീ ഓർഡർ തന്നിട്ടുണ്ട്, അതിന്റെ പോസ്റ്റ് ഓർഡർ എന്താണെന്ന് കാണുന്നത്. നമുക്ക് ഇൻ ഓർഡറും പ്രീ ഓർഡറും തന്നിട്ടുണ്ട്, ഇനി പോസ്റ്റ് ഓർഡർ കാണുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് എവിടെയാണ് കിടക്കുന്നത് മനസ്സിലാവും, അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന റൂട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇൻ ഓർഡർ നോക്കിയാൽ മതി. ഓക്കെ, അതിന്റെ ഓർഡർ കിട്ടാൻ ഇൻ ഓർഡർ നോക്കാം, ദെൻ നെക്സ്റ്റ് എലമെന്റ് ഏതാണെന്ന് കിട്ടാൻ നമുക്ക് ഈ ഒരു പ്രീ ഓർഡർ നോക്കാം. അത് വെച്ച് നമ്മൾ ആ ട്രീ കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ അതിനുശേഷം ട്രീ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രീ ഓർഡർ എഴുതിയാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻ ഓർഡർ കിട്ടിയത് അതിന്റെ റൂട്ട് എവിടെയാ നോക്കാം. എപ്പോഴും റൂട്ട് എവിടെ വരിക, റൂട്ട് പ്രീ ഓർഡർ ആയതുകൊണ്ട് തന്നെ റൂട്ട് എവിടെ വരണം, പ്രീ ആയതുകൊണ്ട് ഫസ്റ്റത്തെ നോഡ് ആയിരിക്കും അല്ലെ റൂട്ട്. പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രീ എന്നുള്ളത് എന്താണ്, റൂട്ട് എവിടെ വരുന്നു, അപ്പൊ പ്രീ എന്ന് പറഞ്ഞാൽ എന്താ, മുന്നേ എന്നുള്ളതാണ്. സോ ഇവിടെ റൂട്ട് എവിടെ വരണം, മുന്നിൽ വരണം. സോ ഫസ്റ്റത്തെ എലമെന്റ് ആയിരിക്കും പ്രീ ഓർഡറിലെ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എ ആണ് ഇവിടെ എന്ത് റൂട്ട് ആയിട്ട് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ്. ട്രീന്റെ എന്ത് കിട്ടി, നമുക്ക് റൂട്ട് കിട്ടി, എ എന്നുള്ളതാണ് ട്രീന്റെ റൂട്ട്. പക്ഷെ എന്റെ പൊസിഷൻ ഇനി ഇൻ ഓർഡറിൽ എവിടെ നോക്കുക, ഇൻ ഓർഡറിൽ ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത് വന്നിട്ടുള്ളത്, റൂട്ട് വന്നിട്ടുള്ളത്. ശരിക്കും റൂട്ട് എവിടെയാണ് വരുന്നത്, മിഡിലാണ് വരുന്നത് അല്ലെ. സോ ഇതിന്റെ അർത്ഥം എന്താണ്, നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ എ ബി സി എന്നുള്ളത് ഇതൊരു ഇൻ ഓർഡർ ആണെങ്കിൽ ഇത് ശരിക്കും എന്തായിരിക്കും, ഇവിടെ റൂട്ട് മിഡിലാ വരിക. ബി എന്നുള്ളത് റൂട്ടും എ എന്ന് പറയുന്നത് അതിന്റെ ലെഫ്റ്റ് ചൈൽഡും സി എന്ന് പറയുന്നത് അതിന്റെ റൈറ്റ് ചൈൽഡും ആണ് ആവേണ്ടത്. സോ അപ്പൊ ഇവിടെ ഇൻ ഓർഡർ ആണ് കിട്ടിയിട്ടുള്ളത്, പക്ഷെ ഇവിടെ എന്താണ്, ഇതിന്റെ റൈറ്റിലേക്ക് ഒന്നുമില്ല. അതിന്റെ അർത്ഥം എന്താണ്, ഇത്രയും ഇതിന്റെ ലെഫ്റ്റിലാണ് വരുന്നത്. അപ്പൊ ഇതിനൊരു ലെഫ്റ്റ് സബ്ട്രീ മാത്രമേ ഉള്ളൂ. എ എന്നുള്ള റൂട്ടിന് എന്ത് മാത്രമേ ഉള്ളൂ, ഒരു ലെഫ്റ്റ് സബ്ട്രീ മാത്രമേ ഉള്ളൂ, എന്തില്ല, ഇതിന്റെ റൈറ്റ് സബ്ട്രീ എന്ന് പറയുന്നത് എംപ്റ്റി ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇനി അടുത്ത എലമെന്റ് നോക്കാം, ബി ആണ്. ഓക്കെ, അപ്പൊ ഈ ബിനെ നമ്മൾ എന്റെ എവിടെ പ്ലേസ് ചെയ്യണം, അതിനാണ് നമുക്ക് ഇൻ ഓർഡർ നോക്കാം. എന്റെ ലെഫ്റ്റിലാണ് ബി വരേണ്ടത് അല്ലെ. സോ നമ്മൾ ബി എന്ത് ചെയ്യുക, എന്റെ ലെഫ്റ്റിലേക്ക് കൊടുക്കുക. സോ ഇനി നമുക്ക് അടുത്തൊരു റൂട്ട് കിട്ടി കഴിഞ്ഞാൽ ഇതിന് ലെഫ്റ്റും റൈറ്റും വരാം. അപ്പൊ അത് ഏതൊക്കെ എലമെന്റ്സ് ആണ്, അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് ബി ആണ് അല്ലെ. ബിയും എയും നമ്മൾ പ്ലേസ് ചെയ്ത്, ഇനി ബാക്കി വരുന്ന ഈ എലമെന്റ്സ് എല്ലാം എന്താണ്, ബിന്റെ റൈറ്റ് സബ്ട്രീയിൽ വരുന്നതാണ്. ബാക്കി ഇത്രയും എലമെന്റ്സ് എന്താണ്, ബിന്റെ ലെഫ്റ്റ് സബ്ട്രീയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് കിട്ടണം, ഈ ബി കഴിഞ്ഞതിന് ശേഷം വരുന്ന റൂട്ട് ഏതാന്നുള്ളത്, അതിനാണ് നമ്മൾ പ്രീ ഓർഡറിലേക്ക് പോവാൻ. സി ആണ്, പക്ഷെ സി ബിന്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് എങ്ങനെ അറിയാം, അത് നമ്മൾ എന്ത് ചെയ്യാം, ഇൻ ഓർഡറിലേക്ക് പോവാ. ബി വരുന്നത് എവിടെയാണ്, സിന്റെ ലെഫ്റ്റ് ആണ്. സോ ബിന്റെ ലെഫ്റ്റ് ആക്കിയിട്ട് സീനെ കൊടുക്കാം. ഓക്കെ, ദെൻ അടുത്ത എലമെന്റ് ഏതാ വരുന്നത് എന്ന് അറിയണമെങ്കിൽ പ്രീ ഓർഡറിലേക്ക് പോകാം. ഏതാണ്, ഇ ആണ് വരുന്നത്. അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവണം, സി കിട്ടിയാല് ബാക്കി സിന്റെയും ബിന്റെയും ഇടയിൽ വരുന്നത് എവിടെ വരണം, ശരിക്കും സിന്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് റൈറ്റ് ചൈൽഡായിട്ട് വരണം. സിന്റെ റൈറ്റിൽ വരുന്ന എലമെന്റ് സിന്റെ റൈറ്റ് ചൈൽഡിൽ നിന്ന്, സിന്റെ ലെഫ്റ്റിൽ വരുന്ന എലമെന്റ്സ് എവിടെ വരണം, സിന്റെ ലെഫ്റ്റ് ട്രീയിൽ വരണം, സബ് ട്രീയിൽ വരണം. ഓക്കെ, ദെൻ ഇനി നമുക്ക് വരുന്ന എലമെന്റ് ഇ ആണ്. സി കഴിഞ്ഞാൽ ഇ വരണം. സോ ഇ എവിടെ വരുന്നതെന്ന് ഇൻ ഓർഡറിൽ നോക്കാം. സി എവിടെ വരുന്നത്, സിന്റെ ലെഫ്റ്റിലേക്കാണ് സി വരുന്നത്. അപ്പോ നമ്മൾ പിന്നെയും ലെഫ്റ്റിലേക്ക് ഇനെ കൊടുക്കാം. ദെൻ ഇനി ഏതാ ഉള്ളത്, ഇ കഴിഞ്ഞു. ഇനി നമുക്ക് ഐ ആണുള്ളത്. ഐ വരുന്നത് സിന്റെ ലെഫ്റ്റ് ആണ്, പക്ഷെ ഇന്റെ റൈറ്റ് ആണ്. അപ്പൊ സിന്റെ ലെഫ്റ്റ് തന്നെയാണ്, ഇന്റെ റൈറ്റ് ആണ്. അപ്പൊ ഇവിടെയാണ് ഐ വരുന്നത്, സിന്റെ ലെഫ്റ്റും ഇന്റെ റൈറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ എലമെന്റിനും ഇതിന് പ്രോസസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിങ്ങനെ ട്രീ ആയിട്ട് വരച്ചു പോകാം, അല്ലെങ്കിൽ ഓരോ എലമെന്റ് ആയിട്ട് വരച്ചു പോകാം. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും, എ എന്നുള്ളത് ഫസ്റ്റ് റൂട്ട് ആയിട്ട് വന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇൻ ഓർഡറിൽ നോക്കിയപ്പോൾ എന്റെ റൈറ്റിലേക്ക് ഒന്നുമില്ല.
അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ്, ഇവിടെ എം ടി ആണെന്നുള്ളത് മനസ്സിലായി. ബാക്കി എല്ലാം വരുന്നത് എവിടെയാണ്, എന്റെ ലെഫ്റ്റിലാണ്. പിന്നെ അടുത്ത നോഡ് ഏതാ അല്ലെങ്കിൽ അടുത്ത റൂട്ട് ഏതാ, നമുക്ക് പ്രീ ഓർഡറിന് കിട്ടി ബി. സോ ബിന്റെ ആണോ ഞാൻ പറഞ്ഞത്, ബിന്റെ റൈറ്റിൽ വരുന്ന എല്ലാ എലമെന്റ്സും ബിന്റെ എവിടെ വരുന്നത്, ലെഫ്റ്റ് സബ് ട്രീ, റൈറ്റ് സബ് ട്രീയിലാണ്. ലെഫ്റ്റിൽ വന്നതൊക്കെ ലെഫ്റ്റ് സബ് ട്രീയിൽ വരണം. പിന്നെ അടുത്ത ഈ ലെഫ്റ്റ് സബ് ട്രീന്റെ അടുത്ത നോഡ് ഏതാ അല്ലെങ്കിൽ അടുത്ത റൂട്ട് ഏതാന്ന് കിട്ടുകയാണ്, സി ആണ്. അപ്പൊ ഇതിത്തെ ഈ സി ആണ് നെക്സ്റ്റ് റൂട്ട്. ഇത് അവിടെ അതുപോലെ വെച്ചു, സി ആണ് നെക്സ്റ്റ് റൂട്ട്. സോ സിന്റെ ലെഫ്റ്റിക്കുള്ളത് ലെഫ്റ്റിലും റൈറ്റിക്കുള്ളത് റൈറ്റിലും കൊടുത്തു. നെക്സ്റ്റ് ഏതാ എലമെന്റ് വരുന്നത്, ഇ ആണ്. അപ്പൊ ഇനി സി കഴിഞ്ഞാൽ അടുത്ത ലെഫ്റ്റിലെ റൂട്ട് വരുന്നത് ഏതാണ്, ഇ ആണ്. കണ്ടോ, ഇ ആണ്. പിന്നെ വരുന്നത് ഐ ആയിരുന്നു. സോ ഐ എവിടേക്കാ വരുന്നത്, അപ്പൊ നമ്മൾ ഇൻ ഓർഡറിൽ നോക്കാം. ഐ എവിടെയാ വരുന്നത്, ഐ സിന്റെ ലെഫ്റ്റിലും പക്ഷെ ഇന്റെ റൈറ്റിലും ആണ്. അതുകൊണ്ടാണ് ഞാൻ ഐനെ ഇവിടെ കൊടുക്കാൻ. അതിനെ ഇവിടെ കൊടുത്താൽ എന്താണ്, അത് സിന്റെയും ഇന്റെയും ലെഫ്റ്റിൽ വരുന്നതാണ്. പക്ഷെ നമ്മൾ ഇൻ ഓർഡർ നോക്കുമ്പോൾ ഇന്റെ റൈറ്റിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്റെ റൈറ്റിലേക്ക് അതിനെ കൊടുത്തു. ഓക്കെ, ദെൻ ഇനി അടുത്ത വരുന്ന എലമെന്റ് ഏതാ, എഫ് ആണ്. അപ്പോ എഫ് എന്ന് പറയുന്നത് എവിടെയാണ്, സിന്റെ റൈറ്റിലാണ് വരുന്നത് അല്ലെ. സിന്റെ റൈറ്റിൽ വരണം. സോ ഞാൻ എന്ത് ചെയ്തു, എഫ് ജെ എന്നുള്ളതില് പിന്നത്തെ റൂട്ട് എന്ന് പറയുന്നത് എഫ് ആണ്. പിന്നെ വന്നത് ഏതാണ്, ജെ ആണ്. ഓക്കെ, അപ്പൊ ജെ എവിടെ വരുന്നത് നോക്കാം. എഫ് കഴിഞ്ഞിട്ട് ജെ വരുന്നു. ജെ എവിടെയാണ്, ബിന്റെ ലെഫ്റ്റിലും എഫിന്റെ റൈറ്റിലും. അപ്പൊ ജെ വരേണ്ടത് എവിടെയാണ്, ഇവിടേക്കാണ് ജെ വരേണ്ടത്. ഓക്കെ, ഇത് രണ്ടും ഒരേ പിക്ചറാണ്. അപ്പൊ ഇതിന് ജെ ഒഴിവാക്കിയിട്ട് ജെ വരണം, എഫിന്റെ റൈറ്റിലേക്ക് വരണം ജെ, ബിന്റെ ലെഫ്റ്റിലും ആവണം. ഓക്കെ, ദെൻ ഇനി അടുത്ത വരുന്നത് ഏതാണ്, ജെ കഴിഞ്ഞാൽ ഡി ആണ്. സോ ഇത് ഇത്രയുമുള്ള നോഡിന്ന് നെക്സ്റ്റ് റൂട്ട് എന്ന് വരുന്നത് ഡി ആണ്. ഡിന്റെ ലെഫ്റ്റിലാണ് ജി ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഇമേജ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ ജി വരണം. ബാക്കിയെല്ലാം എന്ത് ചെയ്യണം, ബാക്കിയെല്ലാം കെ എച്ച് എൽ എന്നുള്ളത് എല്ലാം എവിടെ ഇങ്ങോട്ട് വരണം, റൈറ്റിലേക്ക് വരണം. ഓക്കെ, അപ്പൊ കെ എച്ച് എൽ ജി ഇങ്ങോട്ട് വന്നു, കെ എച്ച് എൽ റൈറ്റിലേക്ക് വന്നു. ഇനി ഇതിന് ഏതാ റൂട്ട് എന്ന് മനസ്സിലാവും, കെ എച്ച് എൽ എന്ന് കെ ആണ് ഫസ്റ്റ് വരുന്നത് അല്ലെ. സോ അല്ല, ജി ആണ്, എച്ച് ആണ് ഫസ്റ്റ് വന്നത്. സോ എന്താണ്, എച്ച് ആണ് ഇവിടെ റൂട്ടായിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ട്രീ എന്ന് പറയുന്നത് ഈ ട്രീ ആയിരിക്കും. ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, പോസ്റ്റ് ഓർഡർ കാണണം. അപ്പൊ പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് റൈറ്റ് റൂട്ട്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് ഇല്ല, റൈറ്റ് എടുത്തു ഐ, പിന്നെ റൂട്ട് എടുത്തു ഇ. പിന്നെ നമ്മൾ സി എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഇപ്പൊ ലെഫ്റ്റ് കംപ്ലീറ്റ് ആയി, സിന്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ ജെ എഫ് സി എടുത്തു. പിന്നെ നമ്മൾ ബി എടുക്കുന്നതിന് മുന്നേ ബിന്റെ റൈറ്റ് ചെയ്യണം. അപ്പോ കെ ജി എടുത്തു. പിന്നെ ഡി എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, എല് എച്ച് പിന്നെ ഡി എടുക്കണം. പിന്നെ ബി എടുത്തു, പിന്നെ എ എടുത്തു. അപ്പോ ഇതാണ് അതിന്റെ പോസ്റ്റ് ഓർഡർ കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓർഡേഴ്സ് അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്യുന്ന ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ട്രീ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഒരു അപ്പൊ 2 ഓർഡർ തന്നാൽ മാത്രമേ നമുക്ക് ഇൻ ഓർഡർ മസ്റ്റ് ആയിട്ടും തരണം. എന്നിട്ട് പ്രീ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഓർഡർ കാണാം. ഇൻ ഓർഡറും പോസ്റ്റ് ഓർഡറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രീ ഓർഡറും കാണാം. ഓക്കെ, അപ്പൊ 2 ഓർഡേഴ്സ് തന്നാൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ ഓർഡർ എങ്ങനെയാണ് കാണാൻ പറ്റുള്ളൂ. ഈ 2 ഓർഡർ കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീനെ വരക്കാൻ കഴിയുള്ളൂ. ട്രീനെ വരച്ചിട്ട് പിന്നെ നമുക്ക് അതിനെ പിന്നെ ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ പിന്നെ ചോദിക്കുന്നത് BST എന്ന് ചോദിക്കും, ബൈനറി സെർച്ച് ട്രീ ആണ് അല്ലെ. സോ അതിന് ചോദിക്കുമ്പോൾ നമുക്ക് ഇൻ ഓർഡർ തരില്ല. അതിനൊരു കാരണമുണ്ട്. ബൈനറി സെർച്ച് ട്രീന്റെ ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ സോർട്ടഡ് ഓർഡർ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷനും കൂടി നമുക്ക് അറിയുന്നുണ്ടോ എന്നും കൂടെ അവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ BST ആണെങ്കിൽ നമുക്ക് ഒരു ഓർഡർ തന്നാൽ നമുക്ക് അടുത്ത ഓർഡർ കിട്ടും. BST അല്ലാത്ത സാധാ ബൈനറി ട്രീന്ന് മാത്രമേ തരുന്നുള്ളെങ്കിൽ നമുക്ക് 2 ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ ഓർഡർ കാണാൻ പറ്റുള്ളൂ. മാത്രമല്ല ആ 2 ഓർഡറിൽ ഒരു ഓർഡർ മസ്റ്റ് ആയിട്ടും എന്താവണം, ഇൻ ഓർഡർ ആവും വേണം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഹൈറ്റ് ഓഫ് എ ട്രീ ഇസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് റൂട്ട് ടു ലീവ് പാത്ത് ഇൻ ഇറ്റ്. ദ മാക്സിമം ആൻഡ് മിനിമം നമ്പർ ഓഫ് നോഡ് ഇൻ എ ബൈനറി ട്രീ ഓഫ് ഹൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബൈനറി ട്രീ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. BST എന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ബൈനറി ട്രീ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ബൈനറി ട്രീന്റെ മിനിമം എലമെന്റ് എന്ന് പറഞ്ഞാൽ H+1 ആണ്.
ദെൻ മാക്സിമം എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ് ഫിൽഡ് ആവും. അപ്പൊ 2h+1 -1 ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ ഇട്ടാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബൈനറി ട്രീയിൽ h+1 എന്ന് വരുന്നത്? നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു 3 എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ ട്രീനെ ഏറ്റവും മിനിമം രീതിയിൽ വരക്കാന്നത്. അപ്പൊ ഒന്നുകിൽ ലെഫ്റ്റ് സ്ക്യൂഡ് ആയിട്ട് അല്ലെങ്കിൽ റൈറ്റ് സ്ക്യൂഡ് ആയിട്ടോ നമുക്ക് ഈ ട്രീനെ വരക്കാം. ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് ഒരു ബൈനറി ട്രീ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രീന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ടിൽ നിന്ന് ലീഫ് നോഡിലേക്കുള്ള എഡ്ജിന്റെ എണ്ണാണ്. സോ ഇവിടെ 1 2 എന്താണ് ഇതിന്റെ ഹൈറ്റ് h=2 ആണ് ഇവിടെ കിട്ടിയത്. ബട്ട് ഇവിടുത്തെ ഹൈറ്റ് നോഡിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലെ. സോ h+1 ആണ് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഹൈറ്റ് 5 ആണെങ്കിൽ മിനിമം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ആൻഡ് മിനിമം ആണ്. അപ്പൊ മിനിമം എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ ഇവിടെയും 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്. ഓക്കെ, ദെൻ മാക്സിമം എത്രയാണ്? 2h+1. അപ്പൊ 2h6+1 ദാറ്റ്സ് ഈക്വൽ ടു 5+1 അല്ലേ? 5 ആണ് ഹൈറ്റ്. ഓക്കെ, അപ്പൊ 5+1 6. ദെൻ -1 2h+1 -1 എന്ന് പറഞ്ഞാൽ 64 -1 വരും അല്ലെ. സോ എന്തായിരിക്കും? 63. അപ്പോ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി വേർസ്റ്റ് കേസ് കോംപ്ലക്സിറ്റീസ് ഓഫ് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓഫ് എ ബൈനറി സെർച്ച് ട്രീ? ഓക്കെ, അപ്പൊ ഇവിടെ ബൈനറി സെർച്ച് ട്രീന്റെ വേർസ്റ്റ് കേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വേർസ്റ്റ് കേസ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ട്രീയിലേക്ക് വരുന്നത് ഈ ബൈനറി സെർച്ച് ട്രീയിലൊക്കെ വരുന്നത് എന്തിനാണ്? ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മളൊരു അറയിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു എലമെന്റിനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ബൈനറി സെർച്ച് അല്ലാതെയാണ് നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഓർഡർ ഓഫ് n ടൈം വേണം. സോ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇൻഡെക്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈനറി സെർച്ച് ട്രീ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡറിൽ എലമെന്റ്സിന് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോ ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ എല്ലാം എന്തായിരിക്കും? അതിനേക്കാൾ ചെറുതായിരിക്കും. റൈറ്റിലേക്ക് പോകുമ്പോൾ എല്ലാം അതിനേക്കാൾ വലുതായിരിക്കും. അതിനാണ് നമ്മൾ BST എന്ന് പറയാം അല്ലെ. സോ അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെർച്ച് ട്രീസ് കൊണ്ടുവന്നത്. പക്ഷെ ഈ ബൈനറി സെർച്ച് ട്രീക്ക് ഒരു പ്രത്യേകത, ഇതിന്റെ ആവറേജിൽ മാത്രമേ നമുക്ക് ഓർഡർ ഓഫ് ലോഗനിലേക്ക് കിട്ടുള്ളൂ. സം കേസിൽ ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ബൈനറി സെർച്ച് ട്രീ കൺസ്ട്രക്ട് ചെയ്യാണ്, അതിൽ നമ്മൾ ഓൾറെഡി സോർട്ടഡ് ലിസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വെക്കുക. അതായത് 1 2 3 എന്നുള്ള എലിമെന്റ്സ് വെച്ചിട്ടാണ് എനിക്കൊരു ബൈനറി സെർച്ച് ട്രീ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് വരുന്ന എലിമെന്റ് റൂട്ട് ആക്കും 1. പിന്നെ വരുന്നത് ഏതാ? 2 ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? 1നേക്കാൾ വലുതാണ്. സോ അതെപ്പോഴും എന്തിലേക്ക് പോവുള്ളൂ? റൈറ്റ് സബ് ട്രീന്റെ ആയിട്ടേ പോവുള്ളൂ. സോ 2 ഇവിടെ വരും. പിന്നെ ഞാൻ വരുന്നത് 3 ആണ്. അപ്പോ നെക്സ്റ്റ് വരും അല്ലെ. ഇതെങ്ങനെയായാലും ഇങ്ങനെ വരുള്ളൂ. ഒരിക്കലും ഇതിന്റെ ലെഫ്റ്റിലേക്ക് ഏതിന്റെയും ലെഫ്റ്റിലേക്ക് എലമെന്റ്സ് ആഡ് ചെയ്യില്ല. ഒക്കെ റൈറ്റിലേക്ക് തന്നെ പോകും. അപ്പൊ ഇതിനെ നമ്മൾ എന്താ സ്ക്യൂഡ് ആയിട്ട്, അപ്പൊ റൈറ്റ് സ്ക്യൂഡ് എന്ന് അതിന് പറയാം. സോ ഇങ്ങനെ റൈറ്റ് സ്ക്യൂഡിൽ വന്നാൽ ഇതെന്താ? ജസ്റ്റ് ഒരു അറേ പോലെ തന്നെയാണ് അല്ലെ. ഒരു എലമെന്റ് കഴിഞ്ഞാൽ അടുത്തൊരു എലമെന്റ് അങ്ങനെ തന്നെയാണ് പോകുന്നത്. സോ ഇതിന്റെ ഏറ്റവും വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്ക്യൂഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത് ഏറ്റവും വേർസ്റ്റ് കേസിലാണ് പെർഫോം ചെയ്യുക. അപ്പൊ ശരിക്കും ഇതും ഒരു അറയും ഒരേപോലെ തന്നെ ബിഹേവ് ചെയ്യും. അപ്പോൾ വേർസ്റ്റ് കേസ് ആണ് ചോദിച്ചിട്ടില്ലെങ്കിൽ അവിടെ എന്താണ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്? ഓർഡർ ഓഫ് n ആണ്. ഓക്കെ, അല്ലെങ്കിൽ തീറ്റ ഓഫ് n ആണ് അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേ ബി നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ബൈനറി സെർച്ച് ട്രീ എന്ന് മാത്രം നോക്കും. അപ്പൊ നമ്മൾ വേഗം ഓർഡർ ഓഫ് ലോഗന് കൊടുക്കും. അപ്പൊ അതെല്ലാം വേർസ്റ്റ് കേസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ഓഫ് n തന്നെയാണ് ആൻസർ. A data structure is required for storing a set of integers such that each of the following operations can be done in order of log n time, where n is the number of elements in the set. Okay, അപ്പൊ നമുക്കറിയാം ഇപ്പൊ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഒരിക്കലും നമ്മൾ പഠിച്ചു വെച്ചത് അതേപോലെ എടുത്തിട്ട് ചോദിക്കുന്നില്ല. പഠിച്ചു വെച്ച കാര്യത്തിന് നമുക്ക് അനലൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്കൊരു ഡാറ്റാ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിൽ എന്ത് വേണം? ഡിലീഷൻ ഓഫ് ദ സ്മോളസ്റ്റ് എലമെന്റ് ചെയ്യുമ്പോഴും അതിന്റെ കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് ലോഗനിൽ വരണം. അതുപോലെ തന്നെ ഇൻസേർഷൻ ഓഫ് എലമെന്റ് ദാറ്റ് ഇസ് നോട്ട് ഓൾറെഡി പ്രസന്റ് ഇൻ ദ സെറ്റ്. ഓൾറെഡി ആ ഒരു സെറ്റിൽ ഇല്ലാത്തൊരു എലമെന്റിനെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കോംപ്ലക്സിറ്റി എന്തായിട്ട് വരണം? ഓർഡർ ഓഫ് ലോഗനിൽ വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഡാറ്റാ സ്ട്രക്ചർ യൂസ് ചെയ്യാം? നമ്മൾ കുറെ ഡാറ്റാ സ്ട്രക്ചേഴ്സ് ഇപ്പൊ പറഞ്ഞു അല്ലെ. ബൈനറി ട്രീ പറഞ്ഞു, ബൈനറി സെർച്ച് ട്രീ പറഞ്ഞു, AVL ട്രീ എന്താണ്, അതായത് ബൈനറി
ബാലൻസ്ഡ് ബൈനറി ട്രീസ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഹീപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ഏത് ഇംപ്ലിമെന്റ് ചെയ്താലാണ് നമുക്ക് ഈ രണ്ട് ഓപ്പറേഷനും എന്താണ് ഓർഡർ ഓഫ് ലോഗ് എന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുകയാണ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ എല്ലാ ഡാറ്റ സ്ട്രക്ചേഴ്സും പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ എല്ലാ കോംപ്ലക്സിറ്റിയും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എക്സാം ഹോളിൽ എത്തുമ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ഡാറ്റ സ്ട്രക്ചർ ആണ്, ഒന്ന് ഹീപ്പും അതുപോലെ തന്നെ ഒന്ന് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ ആണ്. അപ്പൊ ഹീപ്പ് വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഡിലീഷൻ ഓഫ് ദ സ്മോളസ്റ്റ് എലിമെന്റ്. അപ്പൊ ഹീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ. ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്, ട്രീ ഡാറ്റ സ്ട്രക്ചർ ആണ്, നോൺ ലീനിയർ ആയിട്ടുള്ള ട്രീ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിന്റെ റൂട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ സബ് ട്രീസ് ഉണ്ടാവും. എല്ലാത്തിനും റൂട്ടും സബ് ട്രീ അങ്ങനെ ഉണ്ടാവും. സോ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സ് ഹീപ്പിലാണെങ്കിൽ റൂട്ടിലായിരിക്കും മാക്സിമം എലമെന്റ് ഉണ്ടാവുക. അതിനേക്കാളും ചെറിയ എലമെന്റ്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, അതിന്റെ ലെഫ്റ്റും റൈറ്റും സബ് ട്രീയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഹീപ്പിലാണെങ്കിൽ നമ്മൾ എവിടെ മാത്രമേ റൂട്ടിന് മാത്രമേ നമ്മൾ കണ്ടീഷൻ നോക്കുന്നുള്ളൂ, ലെഫ്റ്റ് റൈറ്റ് എന്താ നോക്കുന്നില്ല. പക്ഷെ BST-യിലാണെങ്കിൽ ബൈനറി സെർച്ച് ട്രീയിലാണെങ്കിൽ നമുക്ക് റൂട്ടിലല്ല നമ്മൾ, അല്ലെങ്കിൽ ലെഫ്റ്റും റൈറ്റും, റൂട്ടിനെ മാത്രമല്ല ലെഫ്റ്റും റൈറ്റും എന്താവണമെന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട് ബൈനറി സെർച്ച് ട്രീയിലാണെങ്കിൽ. പക്ഷെ ഹീപ്പിലാണെങ്കിൽ നമ്മൾ അത് പറയുന്നില്ല. ഹീപ്പിലാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, അതിന്റെ റൂട്ട് എന്താവണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. റൂട്ട് എപ്പോഴും എന്താവണം, മാക്സിമം ആയിരിക്കണം. അതിന്റെ രണ്ട് ലെഫ്റ്റും റൈറ്റിനേക്കാളും കൂടുതൽ, ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന വാല്യൂസിനേക്കാളും കൂടുതൽ എന്ത് വേണം, റൂട്ടിൽ വേണം. പിന്നെ ഹീപ്പിൽ നമ്മൾ പറയുന്നത് ഹീപ്പിന്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയാണ്. എപ്പോഴും ഹീപ്പിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആവണം. ഈ രണ്ട് കണ്ടീഷനാണ് ഹീപ്പിനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ബൈനറി സെർച്ച് ട്രീ മാത്രമല്ല ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ ഉണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ജസ്റ്റ് ബൈനറി സെർച്ച് ട്രീ മാത്രമാണെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു വേഴ്സ്റ്റ് കേസിൽ ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ എന്തായിരിക്കും വരിക, ഓർഡർ ഓഫ് n വരും. അപ്പോൾ ഇനി ഏത് ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്താൽ നമ്മൾ വേഴ്സ്റ്റ് കേസ് ആണ് നോക്കുന്നത്. അപ്പോൾ വെറും ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ ഇവിടെ പറ്റില്ല. പക്ഷെ ഇവിടെ ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കീവേഡ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ടൈം കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബൈനറി സെർച്ച് ട്രീക്കും എന്താണ് വേഴ്സ്റ്റ് കേസിൽ അത് ഓർഡർ ഓഫ് എന്നിലേക്ക് തന്നെ പോകുന്നുണ്ട്. സോ ആ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ കൊണ്ടുവന്നത്. അതിൽ വരുന്നതാണ് AVL ട്രീസും റെഡ് ബ്ലാക്ക് ട്രീ, അതുപോലെ തന്നെ B3 B+ ട്രീ ഒക്കെ വരുന്നത്. സോ അവിടെ നമ്മൾ എന്താണ്, അതിലൊരു ബാലൻസും കൂടെ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതായത് എന്താണ്, ആ ഒരു ട്രീന്റെ സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ സ്ക്യൂഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, ട്രീ എന്നുള്ള സ്ട്രക്ചർ അവിടെ മിസ്സായി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ AVL ട്രീയിലാണെങ്കിലും അതുപോലെ തന്നെ റെഡ് ബ്ലാക്കിലൊക്കെ ആണെങ്കിലും ആ ഒരു ട്രീ ലെവലിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി, അതായത് ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു മിനിമം ലെവലിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലെ. AVL ട്രീയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ്, ലെഫ്റ്റ് സബ് ട്രീന്റെയും റൈറ്റ് സബ് ട്രീന്റെയും അത് ഏത് നോഡ് എടുത്ത് നോക്കി, ഏത് ഇന്റേണൽ നോഡിന്റെ റൂട്ടിന്റെ എല്ലാത്തിന്റെ എടുത്ത് നോക്കിയാലും എന്താവണം, ഒന്നുകിൽ -1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ഇതിന്റെ ഉള്ളിൽ വരണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ റൊട്ടേഷൻസ് പെർഫോം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ റെഡ് ബ്ലാക്ക് ട്രീയിൽ വന്നാലും നമുക്ക് അങ്ങനെ തന്നെ കിട്ടുള്ളൂ. അതിന് വേണ്ടി നമ്മൾ എന്താണ്, അവിടെ കളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്പ്ലേ ട്രീ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ സ്പ്ലേയിങ് നിലയുടെ ഓപ്പറേഷൻ ഒക്കെ പെർഫോം ചെയ്യും. സോ ഇത് കൊണ്ടുവന്നത് എന്തിനാണ്, നമ്മൾ എത്ര വേഴ്സ്റ്റ് കേസിലാണെങ്കിലും നമുക്ക് ഓപ്പറേഷൻസിൽ എന്ത് വേണം, ഓർഡർ ഓഫ് ലോഗ് തന്നെ വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ കൊണ്ടുവന്നത്. സോ ബാലൻസ്ഡ് ആണെങ്കിൽ അതിൽ ഏത് ഓപ്പറേഷനും എന്ത് തന്നെയാണ്, ഓർഡർ ഓഫ് ലോഗിനാണ്. സോ നമുക്ക് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ എന്നുള്ളത് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ബാലൻസ്ഡ് ബൈനറി ട്രീ പറ്റുന്നുള്ളത്, ബോത്തും പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഹീപ്പ് അതിന് പറ്റുമോ ഇല്ലയെന്ന് മാത്രം നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഹീപ്പ് ആണെങ്കിൽ എന്താണ്, അപ്പൊ ഹീപ്പിന് രണ്ട് ഹീപ്പാണല്ലോ അല്ലെ, മാക്സ് ഹീപ്പും ഉണ്ട് അതുപോലെ തന്നെ മിൻ ഹീപ്പും ഉണ്ട്. സോ മാക്സ് ഹീപ്പിന്ന് നമുക്ക് എന്താ വേണ്ടത്, മിനിമം എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാം, ഡിലീഷൻ ഓഫ് ദ സ്മോളസ്റ്റ് എലമെന്റ്. ഓക്കെ, മിൻ ഹീപ്പിന്ന് നമുക്ക് എന്ത് ചെയ്യണം, മിനിമം എലമെന്റിനെ, മിൻ ഹീപ്പാണിത് 10 എന്നുള്ളതാണ് ഇതിലെ മിനിമം എലമെന്റ്. സോ ഈ 10നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ ഹീപ്പില് ഞാൻ പറഞ്ഞിരുന്നു ഓരോ ഡാറ്റ സ്ട്രക്ചർ പഠിക്കുമ്പോഴും അതിന്റെ ഓപ്പറേഷനും കൂടെ നമ്മൾ പഠിക്കണം. സോ ഹീപ്പിന്ന് നേരെ നമുക്ക് 10നെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. 10നെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക. 10 നമ്മൾ ആക്സസ് ചെയ്തതിന്, കോപ്പി ചെയ്തതിന് ശേഷം 14 കൊണ്ട് എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 10
റിമൂവ് ആയി പോകും. ദെൻ ഈ നോഡിനെയാണ് നമ്മൾ എം ടി ആക്കുക. 14 എന്നുള്ള ഈ നോഡിനെ നമ്മൾ എം ടി ആക്കും. 14 എങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഹീപ്പിഫൈ എന്നുള്ള ഓപ്പറേഷൻ ചെയ്യാം, ഇതിന്റെ ഹീപ്പ് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പൊ എന്തെടുക്കും, ഇവിടെ ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഓർഡർ ഓഫ് 1 ടൈം എടുക്കും. പിന്നെ ഇതിനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യാനും ഓർഡർ ഓഫ് 1 ടൈം. പക്ഷേ ഹീപ്പിഫൈ എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്താലേ ഇതിന്റെ ബാക്കി വരുന്നത് ഹീപ്പായിട്ട് മാറുള്ളൂ. സോ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം, ഓർഡർ ഓഫ് ലോഗ് n ടൈം എന്തിനു വേണം, ഇതിന്റെ ഡിലീഷൻ കഴിഞ്ഞിട്ട് ഇതിനെ ഹീപ്പാക്കി മാറ്റാൻ വേണം. ഓക്കെ, ജസ്റ്റ് നമുക്ക് മിനിമം എലമെന്റിനെ ലുക്കപ്പ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ ഓർഡർ ഓഫ് 1 ടൈം മതി. ഓക്കെ, ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിൽ മിനിമം ഹീപ്പിന്ന് ഏറ്റവും മിനിമം എലമെന്റിനെ നമുക്ക് ലുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡർ ഓഫ് 1 ടൈം മതി. പക്ഷെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോംപ്ലക്സിറ്റി ആണ് ഓർഡർ ഓഫ് ലോഗ് n ആണ്. അപ്പൊ ഇതിന്ന് റിമൂവ് ചെയ്ത് പോകണം. അപ്പൊ റിമൂവ് ചെയ്ത് പോയാൽ ജസ്റ്റ് 10നെ റിമൂവ് ചെയ്തിട്ട് റൂട്ട് ഇല്ലാത്ത ട്രീ ആക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ 14 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക. 14 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതിന് എന്താണ്, മിൻ ഹീപ്പ് എന്നുള്ള പ്രോപ്പർട്ടി ലോസ് ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹീപ്പിഫൈ ചെയ്യണം. അപ്പോ എന്ത് ചെയ്യണം, അതിന് വേണ്ടി ചെയ്യുമ്പോൾ ലോഗ് n ടൈം ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ലോഗ് n കിട്ടുന്നുണ്ട് ഫസ്റ്റത്തെ ഓപ്പറേഷൻ. ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ എന്താണ്, നമുക്ക് ഓൾറെഡി ഇല്ലാത്തൊരു എലമെന്റിനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. സോ ഓൾറെഡി ഇതിലൊരു എലമെന്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാം. DSTയിലാണെങ്കിൽ സുഖമാണ് അല്ലെ, എളുപ്പത്തിൽ കാണാൻ പറ്റും. കാരണം എന്താ, നമുക്ക് ആ ഒരു ഓർഡർ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എലമെന്റ് നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്യല്, നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള എലമെന്റിനേക്കാളും ലാർജർ ആണോ റൂട്ട് നോക്കും. റൂട്ട് ഇതിനേക്കാൾ വലുതാണോ ചെറുതാണോ, റൂട്ടിനേക്കാൾ വലുതാണോ ചെറുതാണോ നമ്മുടെ കയ്യിലുള്ള എലമെന്റ് നോക്കും. ദെൻ അതനുസരിച്ച് ചെറുതാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് മാത്രം പോയാൽ മതി, റൈറ്റിലേക്ക് പോകണ്ട. സോ ഈ റൈറ്റ് സബ് ട്രീയിൽ മൊത്തം നമുക്ക് സെർച്ച് ചെയ്യാതെ ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ലോഗ് n ചെയ്യാൻ പറ്റും. പക്ഷെ ഹീപ്പിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ, ഹീപ്പിൽ എന്താണ്, നമുക്ക് റൂട്ടിൽ നോക്കിക്കഴിഞ്ഞാല് റൂട്ടിന്റെ ലെഫ്റ്റിലേക്കാ റൈറ്റിലാണോ വലുത് ചെറുത് എന്ന് അറിയാൻ കഴിയില്ല. ഒന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, റൂട്ടിന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ എന്തായാലും മിനിമം ഉണ്ടാവും എന്നുള്ളത്. അതിനേക്കാൾ വലുത് എവിടെ ഉണ്ടാവില്ല, മിൻ ഹീപ്പിലാണെങ്കിൽ മാക്സ് ഹീപ്പിലാണെങ്കിൽ അതിനേക്കാൾ വലുത് എവിടെ ഉണ്ടാവില്ല, ഇതിന്റെ താഴേക്ക് വരുന്ന സബ് ട്രീയിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മിൻ ഹീപ്പിലാണെങ്കിൽ ഇതിനേക്കാൾ ചെറുത് അവിടെ ഉണ്ടാവില്ല, സബ് ട്രീയിൽ ഉണ്ടാവില്ല അല്ലെ. 10നേക്കാൾ ചെറുത് എന്തായാലും ഇതിന്റെ സബ് ട്രീയിൽ ഉണ്ടാവില്ല. 100നേക്കാൾ വലുത് അവിടെ ഉണ്ടാവില്ല, ഈ ഒരു മാക്സ് ഹീപ്പിന്റെ സബ് ട്രീയിൽ ഉണ്ടാവില്ല. അത്ര മാത്രമേ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ഇതിലൊരു എലമെന്റ് ഉണ്ടോ ഇല്ലയോ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ എലമെന്റിനെ പോയിട്ട് നോക്കണം. അപ്പൊ അവിടെ ഓർഡർ ഓഫ് n ആണ്. ഓരോ എലമെന്റ് എന്ന് പറഞ്ഞാൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ n എലമെന്റിനെ നമ്മൾ പോയി നോക്കണം. സോ അപ്പോൾ ഓർഡർ ഓഫ് n ആണ് അവിടുത്തെ കോംപ്ലക്സിറ്റി. അതിനുശേഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റീപ്ലേസ് ചെയ്തിട്ട് ഓർഡർ ഓഫ് ലോഗ് n അവിടെ ഹീപ്പിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പൊ പ്ലസ് ഓർഡർ ഓഫ് ലോഗ് n വരും. അപ്പോൾ ഇതിലേറ്റവും വലുത് വരുന്നത് ഓർഡർ ഓഫ് ലോഗ് n ആണ്. അപ്പോൾ ഓർഡർ ഓഫ് ലോഗ് n മാത്രമേ നമുക്ക് ഹീപ്പിൽ ആ ഒരു പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ രണ്ട് ഓപ്പറേഷനും, ബട്ട് നോട്ട് ഇൻ എ ഹീപ്പ്. ഒരു ഹീപ്പിൽ ചെയ്യാൻ പറ്റില്ല. അതിന് മാക്സ് ആണെങ്കിലും മിൻ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോ ട്രീസ് എന്താന്നൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ, നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് നിങ്ങൾ വായിക്കാം. ക്വസ്റ്റ്യൻ മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസെപ്റ്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, അതൊന്ന് റിവൈസ് ചെയ്ത് പോവുക. ബട്ട് അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ആണ്. എന്തുകൊണ്ട് ഹീപ്പിനെ പറ്റില്ല എന്നുള്ളത് ഞാനിവിടെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ്, ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ആ ഉറപ്പ് വരുത്തണേ നമുക്ക് ഓർഡർ ഓഫ് n ടൈം വേണം. ഇത് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് എന്ത് മതി, ഓർഡർ ഓഫ് ലോഗ് n മതി. പക്ഷെ ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് ഓർഡർ ഓഫ് n വന്നുകൊണ്ട് ലാസ്റ്റ് വരുന്നത് നമുക്ക് ഓർഡർ ഓഫ് n ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ എ കംപ്ലീറ്റ് ബൈനറി ട്രീ വേർ ദ ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ് സബ് ട്രീ ഓഫ് ദ റൂട്ട് ആർ മാക്സ് ഹീപ്പ്. The lower bound for the number of operation to convert the tree to a heap is. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് ഒരു ഹീപ്പ് അല്ലെങ്കിൽ ഒരു ട്രീ ആണ് തന്നിട്ടുള്ളത്. ആ ട്രീന്റെ ലെഫ്റ്റ് ട്രീ റൂട്ട് അല്ലാതെ ബാക്കിയെല്ലാം എന്താണ്, ഹീപ്പ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടും എന്ത് തന്നെയാണ്, മാക്സ് ഹീപ്പ് ആണ്. ഇത് താഴേക്കൊരു മാക്സ് ഹീപ്പ് ആണുള്ളത്, ഇങ്ങോട്ടൊരു മാക്സ് ഹീപ്പ് ആണുള്ളത്. ഓക്കെ, പക്ഷെ റൂട്ട് വരെ എന്തല്ല, റൂട്ട് വരെ ഇത് മാക്സ് ഹീപ്പ് അല്ല. അപ്പൊ നമുക്ക് ഇത് എന്താണ്, ഇതൊരു കംപ്ലീറ്റ് ഹീപ്പാക്കി മാറ്റണം, ഒരു മാക്സ് ഹീപ്പാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര ടൈം എടുക്കുക, ഇതിന്റെ ലോവർ ബൗണ്ട്, ഇതിന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോംപ്ലക്സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ നോക്കേണ്ടത്, അപ്പൊ
ഇത്രയുള്ള എലമെന്റ്സിന്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള എലമെന്റ്സിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഇവിടെ കിടക്കുന്നുണ്ടാവും അല്ലെ. ദെൻ ഇതിന്റെ താഴേക്ക് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഇവിടെ ഉണ്ടാവും, ഇതിന്റെ റൂട്ടിലും കിടക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ മാത്രം ഹീപ്പ് ആക്കിയാൽ മതി. സോ എന്ത് ചെയ്യാൻ മതി, ഈ രണ്ട് എലമെന്റ്സിനെ കമ്പയർ ചെയ്തിട്ട് ഇതിലെ മാക്സിമം എലമെന്റ് കൊണ്ട് എന്ത് ചെയ്യാം, റൂട്ടിനെ റീപ്ലേസ് ചെയ്യാം. ദെൻ അതിനുശേഷം റൂട്ടിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ റൂട്ടിലുള്ള എലമെന്റ്സ് ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ റൂട്ടിലുള്ള എലമെന്റ്സ് റൈറ്റിലേക്ക് പോയിട്ടുണ്ടാവും. സോ ആ ഒരു ഹീപ്പിൽ ചേഞ്ച് വരും, ഏത് ഭാഗത്താണോ മാറിയത് ആ ഭാഗത്ത് ചേഞ്ച് വരും. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു ഹീപ്പിഫൈ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടി വരും. ഹീപ്പിഫൈ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗൻ ആണ്. അപ്പൊ ഇവിടെ ഒരൊറ്റ ഹീപ്പിഫൈ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോ ഓർഡർ ഓഫ് ലോഗനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ലെഫ്റ്റും റൈറ്റും ഹീപ്പ് ആണെങ്കിൽ റൂട്ടിനെയും കൂടി ഹീപ്പ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓർഡർ ഓഫ് ലോഗൻ ടൈം മാത്രം മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്താണ് 40 എന്നുള്ളത്, ഇതൊരു മാക്സ് ഹീപ്പ് ആണ്, ഇതും ഒരു മാക്സ് ഹീപ്പ് ആണ്. ഇനി നമുക്ക് എന്താണ്, ഇത് 10 എന്നുള്ളത് ഇവിടെ മാക്സ് ഹീപ്പ് അല്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊരു മാക്സ് ഹീപ്പ് ആക്കി മാറ്റണമെങ്കിൽ ഇതിൽ രണ്ടിലും വലുത് ഏതാ നോക്കുക. അപ്പോൾ ഇവിടെ 40 കിട്ടും. സോ 40 വെച്ചിട്ട് ഇതിനെ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ 40 റൂട്ടിലേക്ക് വരും. ദെൻ 30 വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ടാണ് ഇതിനെ ഇന്റർചേഞ്ച് ചെയ്തത് റൂട്ടായിട്ട്. പക്ഷെ അപ്പൊ റൈറ്റ് സബ് ട്രീയിൽ ഒരു ചേഞ്ചും വരുന്നില്ല. പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് മാത്രം ചേഞ്ച് ചെയ്താൽ 10 ഇങ്ങോട്ട് വരും. സോ ഇനി ഇവിടുത്തെ ഹീപ്പ് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ 10 എന്ത് ചെയ്യേണ്ടി വരും, താഴേക്ക് പോകേണ്ടി വരും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഹീപ്പിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോ അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം, നോക്കാം. എ ബൈനറി സെർച്ച് ട്രീ ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിംഗ് ദ ഫോളോവിങ് നമ്പർ ഇൻ ഓർഡർ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഞാനിപ്പോ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഇതില്ല, അതായത് കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ല. ബട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഈ ഹീപ്പും അതുപോലെ തന്നെ ബൈനറി സെർച്ച് ട്രീ നോക്കുക, ഒരു ട്രീ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ റീസെന്റ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കുറഞ്ഞു വരുന്നുണ്ട്. അതല്ല ചോദിക്കുന്നത്, അതിലാറെ ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷെ ബേസിക് ആയിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്, ബൈനറി ഒരു ട്രീ തന്നാൽ ആ ട്രീ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക, അതിൽ ഓരോ ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമുക്ക് ഇൻഡെപ്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇത് നിങ്ങൾ ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഇതിന് ടൈം കളയുന്നില്ല. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 7 ആണെന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഹീപ്പ് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്തിട്ട് ഇതാണ് ഏരിയ എന്ന് കരുതി നിങ്ങൾ എക്സാമിന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ചെയ്ത ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. MCQലുണ്ട്. അപ്പൊ അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പിക്ചറൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഹീപ്പാണ്. ഇത്രയും എലമെന്റ്സ് വെച്ചിട്ട് ഒരു ഹീപ്പ് കൺസ്ട്രക്ട് ചെയ്യണം. അത് മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നു ഹീപ്പിന്റെ സ്റ്റോറേജിന് ഒരു പ്രത്യേകത ഉണ്ട്. ഹീപ്പ് എങ്ങനെ സ്റ്റോർ ചെയ്യാന്നുള്ളത്, അതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആയതുകൊണ്ട് നമ്മൾ അതിനെ ലെവൽ ഓർഡറിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് വെച്ച് ഹീപ്പ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ അറേന്റെ ഓർഡർ ഏതാണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ പോയി കാണാൻ, നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ. Okay, then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How many rotations are required during the construction of an ABL tree if the following elements are to be added in the given sequence? Okay, അപ്പൊ ബേസിക് ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. BST ആണെങ്കിൽ ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക എങ്ങനെയാണ്, ആദ്യം വരുന്ന എലിമെന്റ് നമ്മൾ റൂട്ട് ആക്കും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എലിമെന്റിന് എന്ത് നോക്കും, ഈ റൂട്ടായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് അതിന്റെ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ നോക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓരോ എലമെന്റിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താവും, അതൊരു BST ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ഹീപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുക. ഹീപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹീപ്പിൽ നമുക്ക് തന്നിരിക്കുന്ന എലമെന്റ്സ് വെച്ച് ആദ്യം നമ്മളൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ലെ. അത് പറഞ്ഞാൽ എന്താ, ഓരോ ലെവലും ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രീനെ ആദ്യം കൺസ്ട്രക്ട് ചെയ്യും. കാരണം എന്താണ്, ഒരു ഹീപ്പിന് വേണ്ടത് 2 പ്രോപ്പർട്ടിയാണ്. ഒന്ന് അതിന്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയും പിന്നെ ഒന്ന് ഹീപ്പ് പ്രോപ്പർട്ടി. അപ്പൊ സ്ട്രക്ചറൽ പ്രോപ്പർട്ടി ആണ് അതിന്റെ കംപ്ലീറ്റ് ബൈനറി ട്രീ ആണുള്ളത്. സോ ആദ്യം നമ്മളൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ കൺസ്ട്രക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് ഹീപ്പ് ആണോ നോക്കും. ഓരോ റൂട്ടും അതിന്റെ സബ് റൂട്ടുകളും നോക്കിയിട്ട് ഹീപ്പ് ആണോ, ഹീപ്പ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എക്സ്ചേഞ്ച് ചെയ്യും. അതായത് അവിടെ ഹീപ്പിഫൈ എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അതായത് നമ്മൾ ജസ്റ്റ് അവിടെ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിനെ താഴെ വരെ അത് ഹീപ്പ് ആക്കിയിട്ട് മാറ്റും. അങ്ങനെയാണ് നമ്മൾ ഹീപ്പ് ചെയ്യുക. അപ്പൊ എല്ലാത്തിലും ഓരോ ഓപ്പറേഷനും മാറ്റുന്നുണ്ട്. സോ ഇവിടെ ഇനി നമ്മൾ AVL ആണെങ്കിൽ എന്താ ചെയ്യാം,
AVL ഒരു ബൈനറി സെർച്ച് ട്രീ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബൈനറി സെർച്ച് ട്രീ ചെയ്യണ പോലെ തന്നെ ചെയ്യണം. പക്ഷെ ഓരോ നോഡും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. AVL ട്രീക്ക് ഒരു പ്രോപ്പർട്ടി എന്താണ്, അത് സെൽഫ് ബാലൻസ്ഡ് ആണ് അല്ലെ. സോ സെൽഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ നോഡിന്റെയും കീ വാല്യൂ സ്റ്റോർ ചെയ്യണതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ ഒരു ബാലൻസ് ഫാക്ടറും കൂടി ഓരോ നോഡിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. സോ ആ ബാലൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ ലെഫ്റ്റ് സബ് ട്രീന്റെ നോഡിന്റെ എണ്ണവും അതുപോലെ തന്നെ റൈറ്റ് സബ് ട്രീയിൽ വരുന്ന നോഡിന്റെ എണ്ണവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അതിന്റെ ബാലൻസ് ഫാക്ടർ ആക്കിയിട്ട് കാണുന്നത്. സോ ആ ബാലൻസ് ഫാക്ടർ രണ്ടിന്റെ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 1 കിട്ടണം, അല്ലെങ്കിൽ -1 കിട്ടണം. ഓക്കെ, ഇത് മൂന്നും അല്ലാത്ത വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ റൊട്ടേഷൻ പെർഫോം ചെയ്യണം. 3 റൊട്ടേഷൻ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അല്ലെങ്കിൽ 4 റൊട്ടേഷൻ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റും, LL LR RL RR അല്ലെ, അത്രയും ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് അവിടെ ബാലൻസ് ഫാക്ടർ കീപ്പ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഓരോ നോഡ് ആഡ് ചെയ്ത് പോകേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഇത്രയും എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ഒരു AVL ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര ലെഫ്റ്റ് റൊട്ടേഷനും എത്ര റൈറ്റ് റൊട്ടേഷനും വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ജസ്റ്റ് എന്താണ്, ഒരു AVL ട്രീ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ പഠിക്കുന്നുണ്ട്, അവിടെ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനത് വരച്ചത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്ന് ഞാനിങ്ങനെ വരക്കുമ്പോൾ അത്രയും ടൈം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നോക്കാം. 35 ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ദെൻ 15 ഇൻസേർട്ട് ചെയ്യുമ്പോൾ BST ആണല്ലേ, ബൈനറി സെർച്ച് ട്രീ ആണ്. അപ്പൊ നമ്മൾ നോക്കാം 35 വലുതാണ് 50. അപ്പൊ റൈറ്റിലേക്ക് പോവാം. ദെൻ ഒറ്റ നോഡ് മാത്രമാകുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും എന്തില്ല, നോഡില്ല. അപ്പൊ അവിടെ 0 ആണ് ബാലൻസ് ഫാക്ടർ. നമ്മൾ രണ്ടാമത് 15 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് നോഡിനെയും ബാലൻസ് ഫാക്ടർ നോക്കണം. അപ്പൊ 35 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്, ഇവിടെ -1. അപ്പൊ 0 -1 എന്ന് പറഞ്ഞാൽ 35 -1 ആവും, 15 0 ആയിരിക്കും, ലെഫ്റ്റ് റൈറ്റും ഇല്ലല്ലോ. നമ്മൾ 40 കൊടുക്കും. അപ്പൊ 40 കൊടുക്കുന്ന സമയത്ത് 40 എന്ന് പറഞ്ഞാൽ 35 വലുതാണ്, അപ്പൊ റൈറ്റിലേക്ക് വരും. പക്ഷെ 15 ചെറുതാണ്, അപ്പൊ എന്ത് ചെയ്യും, അത് ലെഫ്റ്റിലേക്ക് പോകും. ദെൻ ഇനി നമ്മൾ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ നോഡിന്റെയും ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. അപ്പൊ നോക്കുക 35 ഇപ്പൊ എന്തുണ്ട്, ഇതിന്റെ റൈറ്റ് സബ് ട്രീയിൽ 2 നോഡുകൾ വരുന്നുണ്ട്. ലെഫ്റ്റില് എന്താണ് 0 ആണ്. അപ്പൊ 0 -2 എന്നായിരിക്കും നമുക്ക് ബാലൻസ് ഫാക്ടർ 35 കിട്ടുക. അപ്പൊ ഇവിടെ എന്തായി, ഇവിടെ -2 വന്നു അല്ലെ. ഇവിടെ 1 -0 വരും. അപ്പൊ ഒരു നോഡ് ഇവിടെ നോഡ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഇവിടെ 1 വരും, ഇവിടെ 0 വരും. ഓക്കെ, അപ്പൊ ഇതിലൊന്നും നമുക്ക് ഇത് രണ്ടും ഓക്കെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, -2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇവിടെ ബാലൻസ് ഫാക്ടർ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എവിടെ വെച്ചിട്ടാണ് ഇതിന്റെ എന്താണ് ബാലൻസ് ഫാക്ടർ നഷ്ടമായി. നമ്മൾ ഈ ഒരു 14 ആഡ് ചെയ്തപ്പോഴാണ് അല്ലെ. സോ 14 കിടക്കുന്നത് ലെഫ്റ്റിലാണ്. 14 ആഡ് ചെയ്തപ്പോഴായതുകൊണ്ട് നമുക്ക് ആദ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഇവിടെ ഈ 40ലാണ് നമുക്ക് റൊട്ടേഷൻ ചെയ്യുന്നത്. സോ ലെഫ്റ്റിലാണ് എറർ എങ്കിൽ ലെഫ്റ്റിലാണ് നമുക്ക് നോഡ്, ഈ നോഡ് ലെഫ്റ്റ് നോഡിനാണ് നമുക്ക് റൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ റൈറ്റ് റൊട്ടേഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ റൈറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ നോഡിന് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുക. ഓക്കെ, അപ്പൊ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ എന്താവും, ഈ 40 15 സ്ഥാനത്തേക്ക് വരും, 15 താഴേക്ക് പോകും. ഓക്കെ, അപ്പൊ 14 ഇപ്പൊ എന്തായി, മുകളിലേക്ക് വന്ന് 15 റൈറ്റിലേക്ക് വന്നു. അപ്പൊ ഇനി നമ്മൾ ചെയ്യുമ്പോഴും എന്ത് തന്നെയാണ്, ഇതിന്റെ ബാലൻസ് ഫാക്ടറിൽ ചേഞ്ച് വന്നിട്ടില്ല, ഇത് 2 തന്നെ കിട്ടും, -2 തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഈ 14 നമ്മൾ ഒരു ഓപ്പറേഷനും കൂടെ പെർഫോം ചെയ്യണം. അത് ഓൾറെഡി ഇതിന്റെ റൈറ്റിലേക്ക് നോഡ് ഉള്ളത് കൊണ്ടാണ് ഇതിന് എന്ത് വന്നത്, ബാലൻസ് ഫാക്ടർ കീപ്പ് ചെയ്യാൻ പറ്റാതെ വന്നത്. സോ നമ്മൾ എന്താ, റൈറ്റിലെ നോഡ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ 35 താഴെ വരും, 40 റൂട്ടായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ 40 വന്നു. ഇപ്പൊ നമ്മൾ എത്ര ഓപ്പറേഷൻസ് പെർഫോം ചെയ്തു, ഇവിടെ നമ്മളൊരു റൈറ്റ് റൊട്ടേഷന് 1 ചെയ്തു, ഇവിടെ നമ്മളൊരു ലെഫ്റ്റ് റൊട്ടേഷനും ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക, 25 ആഡ് ചെയ്യുക. 25 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 40 ചെറുത്, 35 ചെറുത്. സോ 35 ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. ഇവിടെ 0 വരും, ഇവിടെ 1 വരും അല്ലെ. ലെഫ്റ്റ് മൈനസ് റൈറ്റ് വരുമ്പോൾ 1 - 0 വരും, ഇവിടെ 2 - 1 വരും. അപ്പൊ ഇവിടെ 1 വരും, ഇവിടെ എന്താണ് 0 വരും. ഓക്കെ, ഇത് ലീഫിന്റെ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. നെക്സ്റ്റ് എലിമെന്റ് ആണ് 30. 30 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, 35 ചെറുത്, അപ്പൊ 25 വലുത് വരുമ്പോൾ ഇങ്ങോട്ട് വന്നു. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ഇവിടെ എന്താണ് 3 വന്നു, ലെഫ്റ്റിലേക്ക് 3,
14 നോക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് 3, റൈറ്റിലേക്ക് 1 ഉള്ളൂ. അപ്പൊ 3 - 1 കൊടുക്കുമ്പോൾ അവിടെ 2 ആണ്. സോ ഇവിടെ എന്താണ് ബാലൻസ് ഫാക്ടർ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് റൊട്ടേഷൻ പെർഫോം ചെയ്യണം. ഈ 13 ആഡ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ബാലൻസ് ഫാക്ടറിന് മാറ്റം വന്നത്. 13 അപ്പൊ എവിടെ കിടക്കുന്നത്? 13 റൈറ്റിലേക്കാണ് കിടക്കുന്നത്. സോ നമ്മൾ ഇവിടെ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്? റൈറ്റിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ലെഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പോ എന്താവും? 13 എവിടേക്ക് വരും? 13 മുകളിലേക്ക് വരും, 25 താഴേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇത് എന്തുതന്നെയായിരിക്കും? ബൈനറി സെർച്ച് ട്രീ തന്നെ ആയിരിക്കും. അതാണ് ഇതിന്റെ റൊട്ടേഷൻ ഇങ്ങനെ വരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈനറി സെർച്ച് ട്രീന്റെ പ്രോപ്പർട്ടി പോവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ റൊട്ടേഷൻസ് പെർഫോം ചെയ്തിട്ട് എന്താണ് ബാലൻസ് ഫാക്ടർ കീപ്പ് ചെയ്യാൻ പറ്റണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കണം. ബാലൻസ് ഫാക്ടറും കീപ്പ് ചെയ്യണം, ബൈനറി സെർച്ച് ട്രീന്റെ പ്രോപ്പർട്ടിയും പോവാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു ലെഫ്റ്റ് റൊട്ടേഷനും കൂടെ പെർഫോം ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. പക്ഷെ ഇപ്പോഴും എന്ത് തന്നെയാണ്? ഇവിടെ 3 - 1 തന്നെയാണ്. അപ്പൊ ഇവിടെ 2 തന്നെയാണ് ഇപ്പോഴും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു റൊട്ടേഷനും കൂടെ നമ്മൾ ഈ 30 പെർഫോം ചെയ്യണം. അപ്പൊ അതെന്തായിരിക്കും? ഓൾറെഡി ഇപ്പൊ ഇത് കിടക്കുന്നത് ലെഫ്റ്റിലേക്കാണ്. സോ നമ്മൾ റൈറ്റ് റൊട്ടേഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റിലേക്ക് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 35 താഴേക്ക് വരും, 30 റൂട്ടായിട്ട് മാറും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു റൈറ്റ് റൊട്ടേഷനും പെർഫോം ചെയ്തു. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ഏതാണ്? 13 കഴിഞ്ഞ് 16 ആഡ് ചെയ്യണം. സോ 16 എവിടേക്ക് പോകും? 15 റൈറ്റിലേക്ക് പോകും, 78. അപ്പോൾ ബാലൻസ് ഫാക്ടറിന് മാറ്റമൊന്നുമില്ല അല്ലെ? ഇവിടെയും 2, ഇവിടെയും 2. 40 2 വരും. ഇവിടെ ഓൾറെഡി എന്താണ്? ഇത് 0 ആണ്. രണ്ട് ഭാഗത്ത് 1 ആണല്ലോ. ഇവിടെ മാത്രം 1 ആണ് കിട്ടുക. ഓക്കെ, ലീഫ് ഒക്കെ 0. പിന്നെ നമ്മൾ 78 കൊടുക്കും. 78 16 റൈറ്റിലേക്ക് പോകും. അപ്പോഴും എന്താണ്? 3 - 2 വരുമ്പോൾ ഇവിടെ എന്താണ്? അല്ലെങ്കിൽ 2 - 3 വരുമ്പോൾ -1 വരുന്നുള്ളൂ. അപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ബാലൻസ് ഫാക്ടർ ഇവിടെ 0 - 2 വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ബാലൻസ് ഫാക്ടറിൽ മാറ്റം വന്നു. ഇവിടെ -2 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. സോ നമ്മളിവിടെ റൈറ്റിലേക്കുള്ള എലമെന്റ് ആഡ് ചെയ്തപ്പോഴാണ് എന്ത് വന്നത്? ഇവിടെ റൈറ്റ് ആണ്. സോ നമുക്ക് ജസ്റ്റ് ഒരൊറ്റ ലെഫ്റ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്താൽ മതി. റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് റൊട്ടേഷൻ. സോ ഇവിടെ 16 റൂട്ടായിട്ട് വരും, 15 78 ചൈൽഡ് ആയിട്ട് വരും. അപ്പോൾ ഒരു ലെഫ്റ്റ് റൊട്ടേഷൻ ലെഫ്റ്റിലേക്ക്. റൈറ്റ് ആണെങ്കിൽ ഒറ്റ ലെഫ്റ്റ് റൊട്ടേഷന്, ലെഫ്റ്റ് ആണെങ്കിൽ ഒറ്റ റൈറ്റ് റൊട്ടേഷന്. അങ്ങനെ ആ റൊട്ടേഷൻ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ റൈറ്റ് ആണെങ്കിൽ ഒറ്റ ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ ബാലൻസ് ആയിട്ട് കിട്ടി. ദെൻ പിന്നെ അപ്പൊ നമ്മൾ ഒരു ലെഫ്റ്റ് റൊട്ടേഷനും കൂടി ചെയ്തു. പിന്നെ 20 28 അതും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴും ഇവിടെ ബാലൻസ് ഫാക്ടറിൽ മാറ്റമൊന്നും വരുന്നില്ല. ഇവിടെ 3 - 2 ആയപ്പോൾ ഇവിടെ 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്പോ നമ്മുടെ ട്രീ ഇപ്പൊ കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് എന്താ വന്നത്? 2 ലെഫ്റ്റും 2 റൈറ്റും പിന്നെ ഒരു ലെഫ്റ്റും. അപ്പൊ 3 ലെഫ്റ്റും 2 റൈറ്റും ആണ് നമുക്ക് ഇവിടെ വന്നത് അല്ലെ? 3 ലെഫ്റ്റ് റൊട്ടേഷനും 2 റൈറ്റ് റൊട്ടേഷനും. അപ്പൊ ഓപ്ഷൻ സി, 3 ലെഫ്റ്റ് റൊട്ടേഷനും 2 റൈറ്റ് റൊട്ടേഷനും ആണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഡാറ്റ സ്ട്രക്ചർ പഠിക്കുമ്പോഴും അതിന്റെ കൺസ്ട്രക്ഷനും അതിലെ ഓരോ ഓപ്പറേഷനും പഠിക്കലും നിർബന്ധമാണ്. Then next question നോക്കുക. What is the worst case time complexity of inserting n square elements into an AVL tree with n elements initially? ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ കോംപ്ലക്സിറ്റീസും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നോക്കി ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിച്ചതൊക്കെ എന്താണ്? ഓൾറെഡി അതിൽ n എലമെന്റ്സ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? n സ്ക്വയർ എലമെന്റിനെയും കൂടി AVL ട്രീയിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ AVL ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി സെർച്ച് ട്രീ ആണ് അല്ലെ? ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ ആണ്. സോ ഇതിലേക്ക് നമ്മൾ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇൻസേർഷൻ എന്താണ്? log n ആണ്. അങ്ങനത്തെ n സ്ക്വയർ എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്താണ്? ഓരോ എലമെന്റിനെ ആഡ് ചെയ്യുമ്പോൾ log n വരും. അങ്ങനെ n സ്ക്വയർ എണ്ണത്തിന് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ n സ്ക്വയർ ഇൻറ്റു log n. ഓക്കെ, അപ്പോ എന്താണ്? നമ്മൾ പഠിച്ചത് തന്നെയാണ്, പക്ഷെ ഒന്ന് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്താൽ കിട്ടും. ഇതൊന്നും എന്തല്ല ഭയങ്കര ഡെപ്ത് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നുമല്ല, പക്ഷെ നമ്മൾ പഠിച്ചതിന് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. The next question നോക്കാം. A B tree used as an index for a large database table has 4 levels including the root. Okay, ഇത് 2023 നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താ വെച്ചാല് ബി ട്രീ ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ പറയാം. ബി ട്രീയിൽ സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആദ്യം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ വരുന്നത് എന്താണ്? അതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ബി ട്രീക്കും
ബി പ്ലസ് ട്രീക്കും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, അതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് അതൊന്നും അല്ലാതെ, എന്നാൽ നമ്മൾ മേ ബി നമ്മൾ നോക്കാത്ത ഏരിയ ആണെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് വിചാരിച്ചു പോകും. പക്ഷെ എന്നാൽ അതല്ല. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 3-4 എലമെന്റ്സ് വെച്ചിട്ട് ഒരു ബി പ്ലസ് ട്രീ അല്ലെ ബി ട്രീ കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് തോന്നിപ്പോകും. നമുക്ക് ജസ്റ്റ് ബി ട്രീന്റെ കൺസ്ട്രക്ഷൻ അറിയെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓൾറെഡി നമുക്കൊരു ബി ട്രീ ഉണ്ട്, അതിന്റെ സൈസ് എന്ന് പറയുന്നത് 4 ലെവൽസ് ആണ്. 4 ലെവലിലുള്ള ഒരു ബി ട്രീ നമുക്കുണ്ട്. നമുക്ക് എന്തും തന്നിട്ടില്ല, അതിന്റെ എത്ര വേ ആണെന്നൊന്നും തന്നിട്ടില്ല, അതായത് എത്ര ചൈൽഡ് വരാന്നൊന്നും നമുക്ക് തന്നിട്ടില്ല. ജസ്റ്റ് 4 ലെവൽസ് ആണെന്ന് മാത്രം തന്നിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ 4 ലെവലിൽ ഇതിന് നോഡുകൾ ഉണ്ട്. മേ ബി അത് കംപ്ലീറ്റ് ആയിട്ട് കിടക്കാന്ന് വിചാരിക്കുക. നമുക്ക് വേസ്റ്റ് കേസിലെ കോംപ്ലക്സിറ്റി ആണ് കാണുന്നത്. അപ്പോ ഇനി പുതിയൊരു നോഡ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ പുതിയ എത്ര നോഡുകൾ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എത്ര നോഡുകൾ വരാന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ബി ട്രീ അല്ലെങ്കിൽ ബി പ്ലസ് ട്രീ എങ്ങനെയാണ് ഗ്രോ ചെയ്യാന്നുള്ളത്. അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാന്ന് നമുക്കറിയണം. എങ്ങനെയാണ് അത് ബോട്ടം അപ്പ് ആണ് അല്ലെ. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, റൂട്ടിലേക്ക് എലമെന്റിന് ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ എന്ത് ചെയ്യും, അപ്പോ റൂട്ടിൽ ഞാൻ ആഡ് ചെയ്ത നോഡില് 3 കീസ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നാണെങ്കിൽ, ബി ട്രീനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. എം വേ ട്രീ ആണെങ്കിൽ അതിൽ മാക്സിമം എത്ര കീ വരാം, എത്ര ചൈൽഡിനോട് വരാം, മിനിമം എത്ര കീ വരാം, അങ്ങനെയാണെങ്കിൽ എത്ര മിനിമം ചൈൽഡ് വരാം എന്നൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഞാൻ പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാം. ഇതിൽ മാക്സിമം 3 കീസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് നമ്മൾ ബി ട്രീ എന്തുതന്നെയാണ്, ബൈനറി സെർച്ച് ട്രീ ആണ്. അതായത് അതിനെന്തുണ്ട്, ലെഫ്റ്റിലേക്ക് ചെറുതും റൈറ്റിലേക്ക് വലുതും എന്നുള്ള ആ പ്രോപ്പർട്ടി കീപ്പ് ചെയ്യാം. സോ നമ്മൾ അങ്ങനെ കീപ്പ് അത് നോക്കി വന്നപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു റൂട്ടിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ലീഫ് നോഡിലാണ് നമുക്ക് പുതിയ കീ കൊടുക്കണമെന്ന് വിചാരിക്കുക. പക്ഷെ ഇവിടെ ഓൾറെഡി ഫിൽഡ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത് അവിടെ കൊടുക്കും. ഓക്കെ, ആ നോഡിന് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ വരക്കണ സമയത്ത് കേട്ടോ, അതായത് കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ നോഡിന് ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇപ്പൊ ഇവിടെ ഇത് ഓവർഫ്ലോ ആയി. അപ്പൊ എന്ത് ചെയ്യും, ഈ നോഡ് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഈ നോഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിൽ 3 മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇതിന്റെ മിഡ് ആയിട്ടുള്ള എലമെന്റ്, ഇതിന്റെ മിഡ് എലമെന്റ് ഏതാണോ അത് തൊട്ട് മുകളിലത്തെ ലെവലിലേക്ക് പോകും. ദെൻ അവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി അപ്പൊ എന്തായി, ഇവിടെ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇത് ഒറ്റ നോഡായത് 2 നോഡായിട്ട് മാറി. അപ്പൊ ഇവിടെ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത ലെവലിലേക്കാണ് ഈ നോഡ് പോയത്, സ്പ്ലിറ്റ് ചെയ്ത നോഡ് അടുത്ത ലെവലിലേക്ക് പോയി. അപ്പൊ ഇവിടെ ഓൾറെഡി ഫിൽഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യും, ഇതിന്റെ മിഡിൽ എലമെന്റ് എവിടേക്ക് പോകും, അടുത്ത ലെവലിലേക്ക് പോകും. ഇങ്ങനെ ഓരോ ലെവലിലും എന്ത് ചെയ്യും, ഓരോ നോഡിനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ റൂട്ടിലെത്തുമ്പോൾ പിന്നെയും മാറും. റൂട്ടിലെത്തുമ്പോൾ എന്താ ചെയ്യാം, ഈ ഒരു നോഡിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ റൂട്ടിൽ ഓൾറെഡി ഫില്ലാണെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയൊരു റൂട്ട് ഉണ്ടാവും. ഓക്കെ, പുതിയൊരു റൂട്ട് ഉണ്ടാവും. ദെൻ ഈ പുതിയ ക്രിയേറ്റ് ചെയ്ത റൂട്ടിന് ഒരു ലെഫ്റ്റും ഒരു റൈറ്റും വരും. ആ ഒരു ലെഫ്റ്റ് വരുന്നത് നമ്മൾ ഒരു നോഡിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ലെഫ്റ്റ് ആവാം. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഓൾറെഡി ഇവിടെ ഉള്ള നോഡ് കൊടുക്കും. അപ്പോൾ റൂട്ടിന് നമ്മൾ പുതിയ നോഡ് വേണം, റൈറ്റിലേക്ക് വരുന്ന നോഡ് നമ്മൾ പുതിയത് കൊടുക്കണം. അപ്പോൾ റൂട്ടിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 നോഡുകൾ ക്രിയേറ്റ് ചെയ്യും. ഓരോ ലെവലിലും ഓരോ നോഡുകൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ 4 ലെവൽസ് ഉണ്ടെങ്കിൽ ഓരോ ലെവലിലും 4ഉം പ്ലസ് റൂട്ടിൽ നമ്മൾ ഒന്നും കൂടെ കൊടുക്കുമ്പോൾ എന്താവും, 5 എലമെന്റ്സ് ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, 5 പുതിയ നോഡുകൾ നമ്മൾ ഇവിടെ പുതിയതായിട്ട് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഞാൻ അവിടെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന്റെ രീതി മാറിയതാണ്. ഇത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുക, ഇതിന് വരുന്ന ന്യൂമറിക്കൽ ആവാം, അതിന്റെ സൈസ് വെച്ചിട്ട് ബ്ലോക്കിന്റെ സൈസ് എത്രയാണെന്നുള്ളത്, കീന്റെ സൈസും അതുപോലെ തന്നെ ഡാറ്റ റെക്കോർഡ് പോയിന്റിലേക്ക് സൈസ് തന്നിട്ട് ബ്ലോക്കിന്റെ സൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ആവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൽ വരുന്ന ടൈം കോംപ്ലക്സിറ്റി ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബി ട്രീയും ബി പ്ലസ് ട്രീയും തമ്മിലുള്ള ഡിഫറൻസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ ഇത് അതൊന്നും അല്ലാത്തൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇത് കൺസ്ട്രക്ഷൻ എങ്ങനെയാന്ന് നമുക്ക് ചെയ്ത ആ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഓരോ നോഡും വരുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഇത്രയും എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എമ്മിന്റെ വാല്യൂ ഞാൻ 3 കൊടുത്തിട്ടുള്ളത്.
എമ്മിന്റെ വാല്യൂ 4 ആണെങ്കിൽ കീന്റെ വാല്യൂ ആണ് കേട്ടോ 3, കീ വാല്യൂസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ 10 ഓൾറെഡി ഈ 3 എലമെന്റിനെ നമ്മൾ സോർട്ടഡ് ഓർഡറിൽ ഇൻസേർട്ട് ചെയ്യും. പിന്നെ 40 വരുന്ന സമയത്ത് 40 നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്ത പോലെ കാണും. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ മിഡ് എലമെന്റിനെ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മിഡിൽ വരുന്ന എലമെന്റ് 40 വരെയുള്ള മിഡിൽ എലമെന്റ് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ലെവലിലേക്ക് പാസ് ചെയ്യും. അപ്പൊ 13 എന്തായിട്ട് വരും, റൂട്ടായിട്ട് വരും. ഈ മിഡിൽ എലമെന്റ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇതില് അതായത് 4 നമ്മൾ ഇങ്ങോട്ട് 1 കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് 2 കൊടുക്കാം. മിഡിൽ അല്ലെങ്കിൽ അതായത് ഓഡ് നമ്പർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നമ്മുടെ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ 30 ഇവിടെ റൂട്ടായിട്ട് വരും. എന്നാൽ ഞാൻ പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് ഏതായിരുന്നു, 15 കൊടുത്തപ്പോ ഇതിന്റെ രണ്ടിന്റെ ഇടയിലേക്ക് 50 വന്നു അല്ലെ, PST ആയതുകൊണ്ട് ഇതിന്റെ ഇടയിലേക്ക് 50 വന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല, റൂട്ട് നോഡ് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പിന്നെ വന്നത് ഏതായിരുന്നു, 5 ആണ്. അപ്പൊ 5 എടുക്കാൻ വരിക 3നേക്കാൾ ചെറുത്, 10നേക്കാൾ ചെറുത്. സോ 10ന്റെ ലെഫ്റ്റിലേക്ക് വരണം. സോ അപ്പൊ ഇവിടെ 4 നോഡാവും. അപ്പൊ ഇത് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, 15 എവിടേക്ക് പോയി, റൂട്ടിലേക്ക് പോയി. റൂട്ടിൽ 3 വരെ വരാലോ, അപ്പോൾ റൂട്ടിലേക്ക് പോയി. ദെൻ 15നേക്കാൾ ചെറുത് 15ന്റെ ലെഫ്റ്റിലേക്കും, 13നേക്കാൾ ചെറുത് 13ന്റെ, അതായത് ഈ 20 എന്നുള്ളത് ഇവിടെ കൊടുക്കാൻ പറ്റില്ല 10ന്റെ കൂടെ. കാരണം എന്താ, അത് 15നേക്കാൾ വലുതാണ്. അപ്പോൾ 15ന്റെ റൈറ്റിൽ വരണം, 13ന്റെ ലെഫ്റ്റിലും വരണം. അപ്പൊ 20 അവിടെ കൊടുത്തു, 14 എന്തായിരുന്നു 13ന്റെ റൈറ്റിലേക്കും കൊടുത്തു. ഇങ്ങനെയാണ് നമുക്ക് ബി ട്രീന്റെ കൺസ്ട്രക്ഷൻ വരിക. B+3 ഇതുപോലെ തന്നെ. പക്ഷേ B+3 എന്താവണം, ഓരോ ഇന്റേണൽ നോഡും ലീഫ് നോഡിൽ റിപ്പീറ്റ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ട്രീ എന്താന്നുള്ള അത് പഠിക്കണം, ഓരോന്നിന്റെ പ്രോപ്പർട്ടി എന്താന്ന് പഠിക്കണം. അത് മാത്രമല്ല അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്ന് പഠിക്കണം. അതിൽ ഓരോന്നിലും ഓരോ ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യാന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ മാത്രമേ ആ ഒരു ഏരിയ നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഏരിയയും കവർ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 2 ബാലൻസ്ഡ് ബൈനറി. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ബാലൻസ്ഡ് ആയിട്ടുള്ള ട്രീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് മെർജ് ചെയ്യാനുള്ള ടൈം കോംപ്ലക്സിറ്റി എത്രയാണെന്നുള്ളത് അപ്പൊ മേ ബി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. അത് ഓർഡർ ഓഫ് m+n ആണ്. ഓക്കെ, അപ്പോ അതിന്റെ രണ്ടിന്റെ ഇൻ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോർട്ടഡ് ഓർഡർ കിട്ടും അല്ലെ. സോ ആ 2 സോർട്ടഡ് ലിസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഒന്നിൽ m എലമെന്റ്സ് ഒന്നിൽ n എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻ ഓർഡർ ട്രാവേഴ്സിൽ എടുക്കാൻ ഓർഡർ ഓഫ് n ടൈമും ഓർഡർ ഓഫ് m ടൈം എടുക്കും. സോ m n സൈസുള്ള 2 അറ കിട്ടി കഴിഞ്ഞാൽ അതിനെ മെർജ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയാണ്, ഓർഡർ ഓഫ് m+n ആണ്. നമ്മൾ അറയിൽ പഠിക്കുന്നതാണ്. സോ സെയിം കോംപ്ലക്സിറ്റി തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A complete n array tree is a tree in which each node has n children or no children. അപ്പോൾ ഒന്നുകിൽ എന്താണ് n children ഉണ്ട് അല്ലെ, അതായത് നമ്മൾ സ്ട്രിക്റ്റ് ബൈനറി ട്രീ പറഞ്ഞപ്പോൾ എന്താണ്, ഒന്നുകിൽ 2 ഉണ്ടാവണം അല്ലെങ്കിൽ 0 ഉണ്ടാവണം. അതേപോലെയാണ് n ആണെങ്കിൽ n array ആണെങ്കിൽ ഒന്നുകിൽ n എലമെന്റ്സ് വേണം അല്ലെങ്കിൽ 0 വേണം. അങ്ങനെയാണെങ്കിൽ L be the number of internal nodes and L be the number of leaf nodes in a complete n array tree. If L equal to 41 and L equal to 10, what is the value of n? ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു n array ട്രീ ആണ്. അതിന്റെ ലീഫ് നോഡ്സിന്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, ഇന്റേണൽ നോഡ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്താ കാണാൻ പറഞ്ഞത്, അതിന്റെ n array എത്ര വേ ആണെന്നുള്ളതാണ് ചോദിച്ചത്. അതായത് നമ്പർ ഓഫ് ചിൽഡ്രൻ. m array ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, m ചിൽഡ്രൻസ് ഉള്ള മാക്സിമം m ചിൽഡ്രൻസ് ഉള്ള ട്രീനെയാണ് നമ്മൾ m array ട്രീ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിന്റെ നമ്പർ ഓഫ് ചിൽഡ്രൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലീഫ് നോഡും അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഇന്റേണൽ നോഡാണ്. സോ ഇന്റേണൽ നോഡിന്റെ എണ്ണാണ് ഇവിടെ 10 കേട്ടോ. അപ്പൊ ഇത് i ആണ്, ഇത് i ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആയതുകൊണ്ട് മാറിപ്പോയത്. അപ്പൊ ലീഫ് നോഡിന്റെ എണ്ണം 41ഉം ഇന്റേണൽ നോഡിന്റെ എണ്ണം 10ഉം ആണെങ്കിൽ എന്താണ്, അത് എത്ര വേ ഉള്ള ട്രീ ആണെന്ന് n array, അതിൽ മാക്സിമം ഓരോ നോഡിലും എത്ര ചൈൽഡ് വരെ ആവാം, അതാണ് n-ന്റെ വാല്യൂ. അതാണ് നമ്മളോട് ചോദിച്ചത്. സോ ഇത് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബൈനറി ട്രീയിലാണെങ്കിൽ അല്ലെ, ബൈനറി ട്രീയിലാണെങ്കിൽ ഇതിനൊരു എന്താണ്, ലീഫ് നോഡ്സിന്റെ എണ്ണം L ആണെങ്കിൽ ഇന്റേണൽ നോഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, L-1 ആയിരിക്കും അല്ലെ. അതായത് ഇന്റേണൽ i ഈക്വൽ ടു L-1 ആയിരിക്കും. i ഈക്വൽ ടു L- ആണോ? ആ അതെ, അത് വരച്ചു നോക്കാം.
ഇപ്പൊ നമ്മള് എന്താണ് ഒരു 7 നോഡ്സ് ഉള്ള ട്രീ വരക്കുന്നത്, അതായത് ഹൈറ്റ് 2 ആയിട്ടുള്ള. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ലീഫ് നോഡ്സ് 4 കിട്ടും അല്ലെ, ലീഫ് നോഡ്സ് 4 കിട്ടും. അപ്പോൾ ഇന്റേണൽ നോഡ്സ് എന്തായിരിക്കും? 3 ആണ്. ഇതല്ലേ ലീഫ് നോഡ്, ഈ താഴെ വരുന്നതൊക്കെ ലീഫ് നോഡ്, അതിന്റെ എണ്ണം നമുക്ക് 4 കിട്ടുമ്പോൾ ഇന്റേണൽ നോഡ് എത്രയാണ്? 3 കിട്ടുക. സോ ലീഫ് -1 ആണ്. പക്ഷെ ഇത് നമുക്ക് കിട്ടിയത്, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. ഇതിന്റെ എന്നിന്റെ എണ്ണം എന്താണ്? ഇവിടെ 2 ആണ്. അതായത് മാക്സിമം ഒരു നോഡിന് എന്ത് വരാം? 2 സബ് ട്രീസ് വരാം, അല്ലെങ്കിൽ 2 ചൈൽഡ് വരാം. അതാണ് ഇവിടുത്തെ എന്നോണ്ട് ഉദ്ദേശിച്ചത്. ഒരു നോഡിന് മാക്സിമം എത്ര ചൈൽഡ് വരാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ലീഫും തന്നു, ലീഫും തന്നു, ഇന്റേണൽ നോഡ്സും തന്നു. അങ്ങനെയാണെങ്കിൽ മാക്സിമം എത്ര വരാന്നുള്ളത്. സോ അതിനെ കാണാനുള്ള ഇക്വേഷൻ ആണ് n-1 ഇൻറ്റു i പ്ലസ് 1. അപ്പൊ ലീഫ് നോഡ് ഈക്വൽ ടു L ഈക്വൽ ടു n-1 ഇൻറ്റു i പ്ലസ് 1. ഇതന്നെ നമുക്ക് എവിടെ ചെയ്ത് നോക്കാം? ബൈനറി ട്രീയിലും കൂടെ ചെയ്ത് നോക്കാം. L ഈക്വൽ ടു n-1 എന്ന് പറഞ്ഞാൽ 2 - 1. 2 - 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടും അല്ലെ, ഇൻറ്റു i. i എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ നോഡ്സിന്റെ എണ്ണം, ദാറ്റ് പ്ലസ് 1. ഓക്കെ, അപ്പൊ ലീഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് i പ്ലസ് 1 കിട്ടിയത് എങ്ങനെയാ? ഇവിടെ 2 - 1 ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഏത് ഇത് ചോദിച്ചാലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇട്ടാൽ മതി. L ഈക്വൽ ടു n-1 ഇൻറ്റു i പ്ലസ് 1. സപ്പോസ് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എന്താവാം? എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, ഇത്ര വേ ട്രീ ആണ്, ഇപ്പോൾ 10 അറേ ട്രീ ആണ്, അതിൽ ലീഫിന്റെ എണ്ണം എത്രയാണ്, അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ നോഡിന്റെ എണ്ണം എത്ര? മേ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ആവാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഒറ്റ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടെ ആൻസർ ചെയ്യാം. അപ്പൊ ഈ ഒരു എന്താണ് ഇക്വേഷൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോട്ടിൽ ഇത് ചേർത്തിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നമ്പർ ഓഫ് നോഡ്സ് ഓഫ് ഹൈറ്റ് h in any n element heap is almost. അപ്പോൾ ഇവിടെ എന്താണ്? ടോട്ടൽ നമുക്ക് n എലമെന്റ്സ് ഉണ്ട് ഒരു ഹീപ്പില്. അങ്ങനെയാണെങ്കിൽ h എന്നുള്ള ഓരോ ഹൈറ്റിലും വരുന്ന എലമെന്റ്സിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഹീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് എന്താണ്? ബൈനറി ട്രീ ആയിരിക്കും. അപ്പൊ ഓൾമോസ്റ്റ് ലെവലൊക്കെ എന്തായിരിക്കും? ഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ വരാറ് എന്താണ്? ഓരോ ലെവലിലുള്ള എണ്ണാണ് ചോദിക്കുന്നത് അല്ലെ, അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണെങ്കിൽ അതിന്റെ ഓരോ ലെവലിലും വരെ 2⁻i എന്നാണ്. ലെവലിൽ നമ്മൾ ഓർഡർ കൊടുക്കുക എങ്ങനെയാണ്? 0 തൊട്ടിട്ടാണ് നമ്മൾ ലെവൽ ഓർഡർ കൊടുക്കുക അല്ലെ. ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് വരിക 0th ലെവലില്, ഫസ്റ്റ് ലെവലില്, പിന്നെ അടുത്ത ലെവൽ അങ്ങനെ പോകും. അങ്ങനെയാണ് 2⁻i എന്ന് പറഞ്ഞാൽ 2⁻0 എന്ന് പറഞ്ഞാല് എന്താണ്? 1 വരും. അപ്പൊ റൂട്ടിൽ 1 എലമെന്റ്, പിന്നെ അടുത്ത് വരുമ്പോൾ 2⁻1 എന്ന് വരും നെക്സ്റ്റ് ലെവൽ, അപ്പൊ 2 എലമെന്റ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോക്കിയേ, h ആണ്, ഹൈറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഈക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. അതായത് നമ്മൾ പഠിച്ചിരുന്ന ഒരു മാറിയ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ആദ്യം നമ്മളിവിടെ ഹൈറ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ നമ്മൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. ദാറ്റ് മീൻസ് എന്താണ്? റൂട്ട് തൊട്ട് ലീഫ് വരെയുള്ള എഡ്ജുകളുടെ എണ്ണം. ഒരു പാത്തില്, ഒറ്റ പാത്തിൽ നമ്മൾ മാക്സിമം ലെങ്ത് ഉള്ള ഒരു പാത്ത് നോക്കിയിട്ട് അതിൽ റൂട്ട് തൊട്ട് ലീഫ് വരെ വരുന്ന എഡ്ജിന്റെ എണ്ണാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓരോ നോഡിന്റെയും ഹൈറ്റ് നമുക്ക് അങ്ങനെ പറയണം. അങ്ങനെയാണെങ്കിൽ ഓരോ ഹൈറ്റിലും വരുന്ന, അപ്പോൾ ഇവിടെ ശരിക്കും ലീഫ് നോഡിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോഡ് തൊട്ട് ലീഫിലേക്കുള്ള എഡ്ജിന്റെ എണ്ണം. അപ്പൊ ലീഫിന്ന് ലീഫിലേക്ക് എഡ്ജ് ഒന്നുമില്ലല്ലോ, അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് 0. നെക്സ്റ്റ് ലീഫിന്റെ തൊട്ട് മേലെ വരുമ്പോ ഹൈറ്റ് 1 ആണ്. ഓക്കെ, അപ്പൊ അത് മാറിപ്പോകരുത്. ലെവലും ഹൈറ്റും തമ്മിൽ മാറ്റേണ്ടത്. ഇപ്പൊ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനിലൊന്നും ഇങ്ങനെ ഹൈറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു, അല്ലെങ്കിൽ ഹൈറ്റ് പറയുകയാണെങ്കിൽ അത് മൊത്തം ട്രീന്റെ ഹൈറ്റ് ചോദിച്ചിട്ടുള്ളായിരുന്നു. അപ്പൊ ഇത് അതൊന്ന് മാറിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഹൈറ്റ് 1. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? n/2⁻h+1 ആണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാമാണെങ്കിൽ അപ്പൊ ഇതാണ് ഞാൻ ജസ്റ്റ് ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ വരച്ചിട്ടുണ്ട്. അതായത് ഹീപ്പ് ഇങ്ങനെ ആവാലോ. സോ ഇവിടെ എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് hന്റെ വാല്യൂ 0 ആണ്.
ഓക്കെ, അപ്പൊ എച്ചിന്റെ വാല്യൂ 0 ആകുമ്പോൾ 2^h+1 എന്ന് പറഞ്ഞാൽ 2^0+1 എന്ന് പറഞ്ഞാൽ 2^1 ദാറ്റ് ഇസ് 2. അപ്പോൾ 7/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 കിട്ടും. അതായത് ഇതിന്റെ സീൽ വാല്യൂ നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് 4 കിട്ടും. ദെൻ നെക്സ്റ്റ് ഹൈറ്റിലേക്ക് വരുമ്പോൾ ഹൈറ്റ് എന്താവും 1 ആവും. അപ്പൊ ഇവിടെ 2+1 എന്ന് പറഞ്ഞാൽ 7/4 കിട്ടും. അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടും. അതിന് മാക്സിമം വാല്യൂ എടുക്കുമ്പോൾ 2 കിട്ടും. അതായത് സീൽ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. ദെൻ നമ്മൾ ഇനി നമുക്ക് എന്ത് ചെയ്യും, ഹൈറ്റിന്റെ വാല്യൂ എന്താവും 3 ആയിട്ട് വരും. ഇവിടെ 0, 1, 2 ആയിട്ട് വരും. അപ്പൊ 2+1 എച്ചിന്റെ വാല്യൂ 2+1 കൊടുക്കുമ്പോൾ നമുക്ക് 7/8 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് അപ്പർ ബൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പുതിയ ഇക്വേഷൻ ആണ്, അത് നമുക്ക് പഠിച്ചേക്കുക. എന്താണ്, ഓരോ ഹൈറ്റിലും വരുന്ന നോഡ്സിന്റെ എണ്ണം. നമ്മൾ ഓരോ ലെവലിലും വരുന്ന നോഡ്സിന്റെ എണ്ണം പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ഹൈറ്റിൽ വരുന്ന നോഡ്സിന്റെ എണ്ണം പഠിച്ചു വെക്കാം. n/2h+1. ഓക്കെ, ടോട്ടൽ ഇത്ര എലമെന്റ് ഉണ്ട്, ഇന്ന ഹൈറ്റിലും ആണ് ഉള്ളതെങ്കിൽ ഇന്ന ഹൈറ്റിൽ എത്ര എലമെന്റ് വരും എന്ന് ചോദിച്ചാൽ ടോട്ടൽ എലമെന്റ് ഡിവൈഡഡ് ബൈ 2h+1 ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ബൈനറി മാക്സ് ഹീപ്പ് containing n numbers, the smallest element that can be found in time. ഓക്കെ, അപ്പോൾ മാക്സ് ഹീപ്പിലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മിനിമം വാല്യൂ എപ്പോൾ കാണാനാണ്. മാക്സ് ഹീപ്പിലെ മാക്സിമം എലമെന്റ് നമുക്ക് ഓർഡർ ഓഫ് 1 കിട്ടും അല്ലെ, റൂട്ടിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ സ്മോളസ്റ്റ് എലമെന്റ് കാണണമെങ്കിൽ എന്താണ്, സ്മോളസ്റ്റ് മാത്രമല്ല അതിലൊരു എലമെന്റ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ഹീപ്പിൽ ലുക്കപ്പ് ചെയ്യണമെങ്കിൽ എന്താണ്, ഓർഡർ ഓഫ് n ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മാക്സ് ഹീപ്പ് ആയതുകൊണ്ട് ഇവിടെ ഓർഡർ ഓഫ് n ആണ്. ഇവിടെ മിൻ ഹീപ്പിൽ മിനിമം എലമെന്റ് ആണെങ്കിൽ അത് കാണാൻ, അത് എവിടെയാണ് കാണാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ അതിനെ ലുക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ എന്താണ് സ്മോളസ്റ്റ് എലമെന്റ് എവിടെയാണ് ഫൗണ്ട് ചെയ്യാൻ മാത്രമാണെങ്കിൽ ഓർഡർ ഓഫ് 1 ആയിരിക്കും. ഡിലീറ്റ് ചെയ്യാനല്ല, ഫൗണ്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ദ ഓർഡർ ഓഫ് എ ലീഫ് നോഡ് ഇൻ B+ tree is the maximum number of value data record pointer pair it can be hold. Given that the block size is 1K byte and data record pointer is 7 byte long, the value field is 9 byte long and a block pointer is 6 byte long. What is the order of the leaf node? Okay, അപ്പോൾ B+ tree ആണ് ചോദിച്ചിട്ടുള്ളത്. B+ ട്രീക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ, അതിന്റെ ഇന്റേണൽ നോഡിനെയും അതുപോലെ തന്നെ ലീഫ് നോഡിനെയും സ്ട്രക്ചറിന് മാറ്റമുണ്ട്. സോ ഞാൻ B3യും B+ tree എന്താണെന്നൊക്കെയുള്ള നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ B+ ട്രീന്റെ എന്താണ്, അതിന്റെ നോഡിന്റെ ലീഫ് നോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്താണ്, ഒരു കീ വാല്യൂ ഉണ്ടാവും, ആ കീ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്കോർഡ് പോയിന്റർ ഉണ്ടാവും, അടുത്തൊരു കീ വാല്യൂ ഉണ്ടാവും, അതിന്റെ റെക്കോർഡ് പോയിന്റർ ഉണ്ടാവും. ദെൻ ലാസ്റ്റ് എന്തായിരിക്കും, എല്ലാ ലീഫുകളും എന്തുണ്ടാവും, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുക. സോ ഇതിന്റെ അടുത്ത ലീഫിലേക്ക് ഇവിടുന്ന് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ്, ഒരു പോയിന്റർ ഉണ്ടാവും, അതാണ് ബ്ലോക്ക് പോയിന്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രീക്ക് എത്രയാണോ ഇതിന്റെ എന്ത് അതിന്റെ ഓർഡർ വരുന്നത്, അത്രയും ഓർഡർ ഇൻറ്റു, അതായത് എത്ര ചൈൽഡ് വരാം, മാക്സിമം നമ്പർ ഓഫ് വാല്യൂ ഡാറ്റ റെക്കോർഡ് given that the block size is 1K byte and data record is 7 byte long, the value field നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, ഓർഡർ അല്ലെ. അപ്പോൾ എന്താണോ അതിന്റെ ഓർഡർ വരുന്നത് അത്രയും കീ വാല്യൂസും അത്രയും റെക്കോർഡ് പോയിന്റേഴ്സും എവിടെ ഉണ്ടാവും, അതിന്റെ ഒരു ബ്ലോക്കിൽ ഉണ്ടാവും അല്ലെ, ഒരു ബ്ലോക്കിൽ ഉണ്ടാവും. ദെൻ അതിന്റെ കൂടെ പ്ലസ് എന്തുണ്ടാവും, ഒരു ബ്ലോക്ക് പോയിന്റർ ഉണ്ടാവും. ഒരു നോഡിൽ തന്നെ ഇത്രയും വാല്യൂസ് ഉണ്ടാവും. അപ്പൊ എത്രയാണോ n ആണെങ്കിൽ ഓർഡർ എങ്കിൽ അത്രയും n × K+R. K എന്ന് പറഞ്ഞാൽ കീ വാല്യൂ, R എന്ന് പറഞ്ഞാൽ റെക്കോർഡ് പോയിന്റർ. ഈ കീ എവിടെയാണോ കിടക്കുന്നത് ആ റെക്കോർഡിലേക്കുള്ള പോയിന്റ്സ് പ്ലസ് എന്തുണ്ടാവും, ഈ എല്ലാ ലീഫ് നോഡുകളും ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുക. സോ നെക്സ്റ്റ് നോഡ് എവിടെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടടുത്ത ഇതിലേക്ക് ഒരു ബ്ലോക്ക് പോയിന്ററും ഉണ്ടാവും. അപ്പൊ ഇതാണ് ലീഫ് നോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു B+ ട്രീന്റെയാണ് ഇത്, B ട്രീന്റെ അല്ല, B+ ട്രീന്റെ ലീഫ് നോഡിന്റെ സ്ട്രക്ചർ. സോ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ n ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് വാല്യൂ ആൻഡ് ഡാറ്റ പോയിന്റർ, ബ്ലോക്ക് സൈസ് നമുക്ക് തന്നിട്ടുള്ളത്, അതായത് ടോട്ടൽ ഇതൊക്കെ കൂടെ കൂടിയാലാണ് ബ്ലോക്ക് സൈസ് വരിക. അത് എന്താണ് 1 KB. ദെൻ പിന്നെ തന്നിട്ടുള്ളത് എന്താണ്, കീ വാല്യൂ തന്നിട്ടുണ്ട്, ഡാറ്റ റെക്കോർഡ് പോയിന്റർ, അതാണ് ഈ R. ഡാറ്റ റെക്കോർഡ് പോയിന്റർ എന്ന് പറഞ്ഞത് 7 ബൈറ്റ് ആണ്. ദ വാല്യൂ ഫീൽഡ് ഇസ് 9, വാല്യൂ എന്ന് പറയുന്നതാണ് 9, ബ്ലോക്ക് പോയിന്റർ എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ഉള്ള n ന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ 9
n ഇൻറ്റു 9 + 7 + 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1k എന്നുള്ളത് നമ്മൾ 1024 എന്ന് എഴുതാം അല്ലെ. സോ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 16ns ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ഈ 6നെ എങ്ങോട്ട് കൊണ്ടായാലും ഇവിടെ -6 ആവും. ദാറ്റ് ഈസ് 1080 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n is ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 63.6 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 63 ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരുപാടുണ്ട്. ഇത് ലീഫ് നോഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ B+ട്രീന്റെ ഇന്റേണൽ നോഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബി ട്രീ എന്നും ചോദിക്കും. അപ്പോഴേ ഈ ഇക്വേഷൻ അല്ല വരിക, അപ്പൊ ഇക്വേഷൻ മാറ്റമുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ റെഫർ ചെയ്യുക. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത MCQല് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ അത് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ പ്രീവിയസ് ഇയറിൽ കുറെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ കണ്ടതാണ്. അപ്പൊ ആ ഭാഗം കൂടെ നിങ്ങളൊന്ന് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Okay, a hash function h defined as h of k is equal to key mod 7 with linear probing. Okay, അപ്പൊ ഇത് ഹാഷിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്കാണെങ്കിൽ നിങ്ങളെ ചാറ്റ് കാണുന്നില്ല. മാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ ഈ ക്വസ്റ്റ്യൻ? പറയാം. ഓക്കെ, അപ്പോൾ ഹാഷിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇപ്പൊ ഉള്ള എക്സാമിനുകൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഹാഷ് ചെയ്യാനുള്ള ഒരു വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടാവും. ആ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ഓരോ h of k is equal to key mod 7 എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷൻ ആണ്. സോ ഈ കീ വാല്യൂസ് ആണ് ഇത്. അപ്പൊ നമുക്ക് എന്താണ് ഒരു ഹാഷ് ടാബിൾ ഉണ്ടാവും. ഈ ടാബിളിൽ ഓരോ ഇൻഡെക്സ് ഉണ്ടാവും. ആ ഇൻഡെക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കീനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഈ ഓരോ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹാഷ് ടാബിളിലേക്ക് കൊടുക്കണം. അപ്പൊ ഏത് ഇൻഡെക്സ്, അപ്പൊ 0 തൊട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? 1 2 എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ ഹാഷിന് ഓരോ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടാവും. സോ ഈ 44 എന്നുള്ളത് ഇത്രയും ഫ്രീ സ്പേസ് ഉണ്ട് ഇതിലെ ഏത് ഇൻഡെക്സിലേക്കാണ് 44 പോകേണ്ടത്? അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിനുള്ള ഫംഗ്ഷൻ ആണ് h of k is equal to key mod 7. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 44നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് അപ്പൊ കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, ആ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ ആണ് അല്ലെ. സോ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ എന്താണോ കിട്ടുന്നത് അതാണ് 44ന്റെ ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ 44ന് നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? 2 അല്ലേ കിട്ടുക? അപ്പൊ ഓക്കെ, അപ്പൊ എന്താണ് ഈ 2 എന്നുള്ള ഇൻഡെക്സിലാണ് നമ്മൾ 44നെ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? 45ന് എടുക്കുക, അതേപോലെ ചെയ്യുക, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മോഡ് ഏതാ കിട്ടുക അതിനനുസരിച്ച് തന്നെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ വാല്യൂ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ 44ന് ഞാൻ 2ലേക്ക് കൊടുത്തു. നെക്സ്റ്റ് വന്ന് 45 ആയിരുന്നു. അതിന് ചെയ്ത സമയത്ത് 3 ആണ് വന്നത്. സോ 3ലേക്ക് പ്ലേസ് ചെയ്തു. പക്ഷെ ഇനി എന്താണ്? ഇനി ഉണ്ടോ 79 ഞാൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 77 പോയി കഴിഞ്ഞ് പിന്നെ റിമൈൻഡർ വരെ 2 ആണ് അല്ലെ. പക്ഷെ ഓൾറെഡി 44ൽ 2 ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഒരു ക്ലാഷ് വന്നു അല്ലെ. രണ്ട് ഒരേ പ്ലേസിലേക്ക് തന്നെ നമുക്ക് മാപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ നോക്കേണ്ടത് നെക്സ്റ്റ് മുന്നിലേക്ക് നോക്കുക, ബാക്കിലേക്ക് നോക്കരുത്. മുന്നിലേക്ക് എവിടെയാണോ അടുത്ത ഫ്രീ സ്പേസ് ഉള്ളത്. അപ്പൊ തൊട്ട് മുന്നേ നോക്കുമ്പോൾ 3ലില്ല, 3 ഓൾറെഡി ഫിൽ ആയിക്കുന്നു. അപ്പൊ തൊട്ട് മുന്നേ നോക്കുക. അപ്പൊ എവിടെയാണ്? 4ലാണ് പിന്നെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ 49 എവിടെ വന്നു? 4ൽ വന്നു. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുക 55നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 ആണ് കിട്ടുക. സോ 6th ഇൻഡെക്സ് ഫ്രീ ആണ്. സോ നമ്മൾ അവിടേക്ക് പ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുക 91 നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 കിട്ടും. സോ 0th ഇൻഡെക്സിലേക്ക് വന്നിട്ട് അവിടെ ഫ്രീ ആണ്, അവിടെ പ്ലേസ് ചെയ്തു. അവിടെ ഒന്നും കുഴപ്പമില്ല. ദെൻ 18 വന്നപ്പോൾ നമുക്ക് എന്താണ്? 4 ആണ് കിട്ടിയത് റിമൈൻഡർ ആയിട്ട്. സോ 4ൽ നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി ഇവിടെ ഫിൽഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഫ്രീ പ്ലേസിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വന്നത് 5 ആണ്. 5ലേക്ക് പോയി. 18 5ലേക്ക് പ്ലേസ് ചെയ്തു അല്ലെ. കൊളീഷൻ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് നെക്സ്റ്റ് ഏതാണോ ഫ്രീ ഉള്ളത് അതിലേക്ക് പോകാം. അപ്പൊ നെക്സ്റ്റിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ, പ്രീവിയസിലേക്ക് പോകരുത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? 18 ലാസ്റ്റ് എലമെന്റ് ആയ ഈ 18 അല്ലെ, ലാസ്റ്റ് എലമെന്റ് അല്ലെ 18 എവിടെയാണ് വരിക എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ 18 വരുന്നത് എവിടേക്കാണ്? നേരെ 5ലേക്കാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ നേരെ 18 എടുത്തിട്ട്
ഈ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ കിട്ടുക 4 ആണ് കിട്ടുക അല്ലെ. പക്ഷേ 4 അല്ലല്ലോ ആൻസർ, 5 ആണ്. 4 നമ്മൾ എന്താണ് ഈ വരുന്ന വഴിയിൽ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തതാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചാൽ 18 എടുത്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കാണരുത്. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് 1 by 1 ആയിട്ട് ഓരോന്നിനെയും പ്ലേസ് ചെയ്യണം, എന്നിട്ടേ നോക്കാൻ പാടുള്ളൂ. കാരണം കൊളീഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നെക്സ്റ്റ് പ്ലേസിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ കൊളീഷൻ ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, ബാക്കി വരുന്നത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മുന്നേ വരുന്നത് എന്തായാലും നമ്മൾ നോക്കി തന്നെ 18 കൺസിഡർ ചെയ്യണം. ഓക്കെ, ദെൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. ഇതിലും അതുപോലെ തന്നെ തന്നിട്ടുണ്ട് h(k) = k mod 11 എന്നാണ്. ഓക്കെ, ഇവിടുത്തെ 11 മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. പക്ഷെ ചെയ്ത് വെച്ച അതേ മെത്തേഡ് ഇതിലുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോ ഇനി ഉള്ളത് ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഗ്രാഫിൽ നിന്നുള്ള ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഗ്രാഫ് നമുക്ക് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ വരുന്നുണ്ട്, പിന്നെ വരുന്നത് ഗ്രാഫിന്റെ അൽഗോരിതംസ് ആണ്. അത് നമുക്ക് അൽഗോരിതം പാർട്ടിലും വരുന്നുണ്ട്. സോ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാത്രം, ഗ്രാഫും കൂടി ഡാറ്റ സ്ട്രക്ചർ ആണെന്നുള്ളതുകൊണ്ട് മാത്രം ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ് ഇൻ ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ്, നമ്പർ ഓഫ് ഓഡ് ഡിഗ്രി വെർട്ടിസസ് ഈസ് ഈവൻ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫിൽ നമ്പർ ഓഫ് ഓഡ് ഡിഗ്രി വെർട്ടിസസ് ഈസ് ഈവൻ എന്നുള്ളതാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇതിന്റെ പ്രൂഫ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ ആണ്. ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഓഡ് ഡിഗ്രി വെർട്ടിസസ്, അപ്പൊ നമ്മൾ എന്താണ് ടോട്ടല് നമുക്കറിയാം, ഒരു ഗ്രാഫില് ഓരോ എഡ്ജിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ ഡിഗ്രി എന്ന് പറഞ്ഞാല്, ഓഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രി എപ്പോഴാണ് ഉണ്ടാവുക, ഒരു എഡ്ജിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് ഡിഗ്രി വരിക അല്ലെ. അതായത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എഡ്ജ് ഒരു നോഡിന് ഇൻസിഡന്റ് ആയിട്ടിരിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ ഡിഗ്രി. എത്ര എത്ര എഡ്ജുകൾ ഈ ഒരു നോഡായിട്ട് കണക്ട് ആണ്, അല്ലെങ്കിൽ എത്ര നോഡ് ഇവിടെ മുട്ടിയിരിക്കുന്നുണ്ട്, ഇവിടെ എത്ര എണ്ണമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും എന്തുണ്ടാവും, ഒരു എഡ്ജ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് രണ്ട് നോഡിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ എഡ്ജും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ രണ്ട് വെച്ചിട്ടാണ് ആഡ് ചെയ്യുക. സോ ഇവിടെ നമ്പർ ഓഫ് ഓഡ് ഡിഗ്രി വെർട്ടിസസ് ഇസ് ഈവൻ. അപ്പോൾ ടോട്ടൽ നമ്മൾ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ഡിഗ്രിയും കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഈവൻ ആയിരിക്കും കിട്ടുക. ദെൻ ഈവൻ ഡിഗ്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈവൻ ഡിഗ്രി ഉള്ള എഡ്ജസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ടോട്ടൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓഡ് ഡിഗ്രിയും അതുപോലെ തന്നെ ഈവൻ ഡിഗ്രിയും കൂടെ കൂട്ടിയതായിരിക്കും ടോട്ടൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈവണും ഓടും കൂടെ കൂട്ടിയതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ നമുക്ക് എപ്പോഴും എന്തായിരിക്കും കിട്ടുക, ഈവൺ ആയിരിക്കും കിട്ടുക. ദെൻ ഈവൺ ആയിട്ടുള്ളതും ഈവൺ ആയിരിക്കും, പിന്നെ ഓട് മാത്രം. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ഈവൻ ആണ്, അതിന്റെ കൂടെ ഒരു ഈവൺ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈവൺ കിട്ടുള്ളൂ. സോ ഓടും എന്തെന്നെയായിരിക്കും, ഈവൺ ആയിരിക്കും. അത് അതിന്റെ പ്രൂഫാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. ഇനി അൺഡയറക്റ്റഡ് ഗ്രാഫ്, സം ഓഫ് ഡിഗ്രി ഓഫ് ഓൾ വെർട്ടിസസ് ഈസ് ഈവൻ. അപ്പൊ ഇത് രണ്ടും തന്നെ ചോദിച്ചത്, സമ്മു എന്താണ്, ഈവൺ ആണ്. ഈവൺ ഡിഗ്രിൻ്റെത് ഈവൺ ആണ്, സം ഓഫ് ഓൾ ഡിഗ്രി ഈവൺ ആണ്, അതുപോലെ തന്നെ ഓടിൻ്റെതും ഈവൺ ആണ്. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ ഒരു ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഗ്രാഫ് എന്താന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ